എല്ലാവർക്കും നമസ്കാരം. ഗുഡ് മോർണിംഗ്. വിചാരിച്ച പോലെ അല്ല. അപ്പം ഞാൻ എന്താ പറയുക, ഈ സദസ്സ് കാണുമ്പോൾ വളരെ സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകൾ, ജീവിത പരിചയമുള്ളവർ, അനുഭവങ്ങളുള്ളവർ, വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുള്ളവർ, നല്ല വായനയുള്ളവർ, അനുഭവജ്ഞാനമുള്ളവർ, ഇവരുടെയൊക്കെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുണ്ട്. എന്നിരുന്നാലും ഈ വിഷയത്തെക്കുറിച്ച് നമുക്കറിയാം, ലഹരിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളും അതിൻ്റെ പല വശങ്ങളെക്കുറിച്ചും നിരന്തരം നമുക്കിടയിൽ ഒരുപാട് ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. നമ്മൾ ഇതിലിരിക്കുന്ന ഒരു 90% പേരും ഒരു പക്ഷേ ഇതിനു മുൻപും ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ്സുകൾ കേൾക്കുകയോ വായിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ എന്തായാലും ഞാനൊരു വലിയ പ്രാസംഗികയൊന്നുമല്ല. എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഈ ഒരു സെഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരെയും ഇങ്ങനെ കാണാൻ സാധിക്കുന്നതിൽ ആദ്യം തന്നെ എൻ്റെ സന്തോഷം ഞാൻ അറിയിക്കട്ടെ. വാക്കുകൾ കൊണ്ട് പറയാൻ കഴിയുന്നതല്ല ലഹരി എന്ന മാരക വസ്തു സൃഷ്ടിക്കുന്ന ഘോര വിപത്തുകൾ. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇത് ഒരു വ്യക്തിയെ തകർക്കുന്നു, കുടുംബത്തെ തകർക്കുന്നു, അതുവഴി ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ തന്നെയാണ് ഇല്ലാതാക്കുന്നത്. മനുഷ്യനെ മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് പാടുള്ളതും പാടില്ലാത്തതുമായ കാര്യങ്ങളെ തിരിച്ചറിയാനുള്ള വിവേചന ബോധമാണ്. ഈ വിവേചന ബോധത്തെയാണ് യഥാർത്ഥത്തിൽ ലഹരിയുടെ ഉപയോഗം കൊണ്ട് ഇല്ലാതാക്കുന്നത്. അതുകൊണ്ട് തന്നെ ബോധാവസ്ഥയിൽ ഒരു മനുഷ്യനും ചെയ്യാത്ത അധമ കൃത്യങ്ങൾ പോലും ലഹരി കൊണ്ടുണ്ടാകുന്ന അല്ലെങ്കിൽ ലഹരിയാൽ സൃഷ്ടിക്കപ്പെടുന്ന അബോധാവസ്ഥയിൽ ഒരു മനുഷ്യൻ ചെയ്യുന്നു. ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് ചുറ്റിനുമുണ്ട്. ഇത് വളരെ സങ്കീർണമായുള്ള ഒരവസ്ഥയാണ്, വളരെ ഗുരുതരമായുള്ള ഒരു അവസ്ഥയാണ്. വിഭ്രാന്തിയുടെ അവസ്ഥയിലേക്ക് മനുഷ്യനെ തള്ളിവിടുന്ന ഈ ലഹരി വസ്തുക്കൾ എന്നേക്കുമായി നിർമ്മാർജ്ജനം ചെയ്തേ ഒക്കുകയുള്ളൂ. നമുക്കിതിനെ ഏത് രീതിയിലും നേരിട്ടേ ഒക്കുകയുള്ളൂ. അതല്ലാതെ മറ്റു മാർഗങ്ങൾ ഇല്ല. അപ്പോൾ ഇനിയും ആളുകളെ ലഹരിയിലേക്ക് വിട്ടുകൊടുക്കാതെ പെട്ടുപോയവരെ മോചിപ്പിച്ചെടുത്തും കർശനമായ നിയമ സംവിധാനങ്ങൾ കൊണ്ടുവന്നും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ നമ്മൾ ഈ പറയുന്ന കാര്യം ഒരു പരിധിവരെ സാധ്യമാവുകയുള്ളൂ. അപ്പം ഈ തിരിച്ചറിവിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് നാം എല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ആദ്യഘട്ടം എന്ന നിലയിൽ പല പ്രായത്തിലുള്ള ആളുകളെ, പല നിലയിലുള്ള ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് അവയർനെസ് സെഷൻസും മറ്റ് പരിപാടികളും ക്യാമ്പയിൻ പരിപാടികളും എല്ലാം നിരന്തരം നടത്തിക്കൊണ്ട് വരുന്നുണ്ട്, ഗവൺമെൻറ് ഏജൻസീസ് ഉൾപ്പെടെ. സോ അത്തരത്തിലുള്ള ഒരു കൂട്ടായ്മയായ യുക്തിവാദ പഠന കേന്ദ്രം ഈ വിഷയം ഇന്നത്തെ ഈ ഒരു ഏകദിന സെമിനാറിൽ ഉൾപ്പെടുത്തി എന്നത് തന്നെ വളരെ പ്രശംസനീയമായ ഒരു കാര്യമാണ്. ഇത് ഈ കേന്ദ്രത്തിൻ്റെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ മറ്റൊരു അടയാളപ്പെടുത്തലായി ഞാൻ വിശ്വസിക്കുന്നു, കരുതുന്നു. 2 വാക്ക് സംസാരിക്കാനായിട്ട്, ഈ വിഷയത്തിൽ സംസാരിക്കാനായിട്ട്, നിങ്ങളുടെ ഈ വലിയൊരു ഇവൻറ്റിൻ്റെ ഭാഗമാകുന്നതിനായിട്ട് എന്നെ ക്ഷണിച്ച ഈ പഠന കേന്ദ്രത്തിൻ്റെ എല്ലാ ഭാരവാഹികളോടുള്ള നന്ദി ഞാൻ ആദ്യമായി അറിയിക്കുകയാണ്. അപ്പോൾ ലഹരിയും യുവത്വവും ഈ വിഷയത്തിലാണ് ഞാനൊരു അല്പസമയം സംസാരിക്കാൻ പോകുന്നത്. 2023 യുണൈറ്റഡ് നേഷൻസ് ഓഫീസ് ഓൺ ഡ്രഗ്സ് ആൻഡ് ക്രൈം UNODCയുടെ വേൾഡ് ഡ്രഗ്സ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ആ റിപ്പോർട്ടിനനുസരിച്ച് ലോകത്താകെ 15-നും 64-നും പ്രായമധ്യേ 17-ൽ ഒരാൾ ലഹരി ഉപയോഗിക്കുന്നു എന്നാണ് കണക്ക്. അപ്പം പറഞ്ഞ ചില കാര്യങ്ങൾക്ക് കൈയടിച്ചപ്പം എനിക്ക് മനസ്സിലായി, കേട്ടിട്ടുണ്ട്, ഒരുവിധം ക്ലാരിറ്റി ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ എന്തായാലും 2023 യുണൈറ്റഡ് നേഷൻസ് ഓഫീസ് ഓൺ ഡ്രഗ്സ് ആൻഡ് ക്രൈമിൻ്റെ വേൾഡ് ഡ്രഗ് റിപ്പോർട്ടിൻ്റെ കണക്കുകൾ പറയുന്നത് 16-നും ലോകത്താകെ 16-നും 64-നും പ്രായമധ്യേ 17-ൽ ഒരാൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു എന്നാണ് കണക്ക്.
അപ്പം നമുക്കറിയാം, പ്രത്യേകിച്ച് ഈ വിഷയം ലഹരിയും യുവത്വവും, യുവജനങ്ങൾക്കിടയിൽ ലഹരിയുടെ ഉപയോഗം വൻതോതിൽ വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ അടുത്തിടെയായി വരുന്ന കുറ്റകൃത്യങ്ങളുടെ വാർത്തകളെടുത്ത് പരിശോധിച്ചാൽ ഒരു 90% കേസുകളിലും കുറ്റകൃത്യം ചെയ്തിട്ടുള്ളവരിൽ ലഹരിയുടെ ഉപയോഗം കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പം ഈ പറയുന്ന സിന്തറ്റിക് ഡ്രഗ്സ്, രാസലഹരിയുടെ ലഭ്യതയും ഉപയോഗവും ഇത്തരത്തിലുള്ള നിഷ്ഠൂരമായ പ്രവൃത്തികളിലേക്ക് യുവജനങ്ങളെ കൊണ്ടെത്തിക്കുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. വലിയ അന്താരാഷ്ട്ര മാഫിയ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇവർ പ്രധാനമായും കൗമാരക്കാരെയും യുവജനങ്ങളെയുമാണ് ലക്ഷ്യമിടുന്നതും അതിലൊരു പരിധിവരെ അവർ വിജയിക്കുന്നുണ്ട് എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ക്യാച്ച് ദ യങ്, ചെറുപ്പത്തിലെ പിടികൂടുക, എല്ലാ പ്രതിലോമ ശക്തികളുടെയും ഒരു പ്രവർത്തന തന്ത്രമാണത്. അപ്പോൾ അവർ ഒരു ചിലന്തി വല കൂട്ടുന്നത് പോലെ പലതരത്തിലുള്ള കെണികൾ ചുറ്റിനും പണിത് വെച്ചിട്ടുണ്ട്. ഒരുപാട് പേരതിൽ പെട്ടുപോകുന്നുമുണ്ട്. ഇപ്പം ലോകത്തിൽ എടുത്തു നോക്കുകയാണെങ്കിൽ കേരളത്തിലെ യുവജനങ്ങൾക്കിടയിലും കുട്ടികൾക്കിടയിലും മാത്രമാണ് ലഹരിയുടെ ഉപയോഗം വർദ്ധിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് ശരിയല്ല. പൊതുവിൽ സമൂഹത്തിലാകെ സിന്തറ്റിക് ഡ്രഗ്സിൻ്റെ ഉപയോഗം വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗുജറാത്ത്, മഹാരാഷ്ട്ര, അതുപോലെ പല നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വൻതോതിൽ ലഹരി കേരളത്തിലേക്ക് കടത്തുന്നുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഇതിനെ ഫലപ്രദമായി നിയന്ത്രിക്കുന്നതിനുള്ള സംവിധാനങ്ങളുണ്ട്. എന്നിരുന്നിട്ടും ഡ്രഗ്സിൻ്റെയും മറ്റു ഉപയോഗം വളരെയധികം കൂടുന്നുണ്ട്. അതിൽ ഈ അവസരത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയർന്ന ശിക്ഷാ നിരക്കുള്ള സംസ്ഥാനം കേരളമാണ്. ഏകദേശം 98.19% ആ കണക്ക്. ഇത് തീർച്ചയായിട്ടും സർക്കാർ സംവിധാനങ്ങൾ ഉണർന്നിരുന്ന് പ്രവർത്തിക്കുന്നതിൻ്റെയും കർശനമായ പരിശോധനയുടെയും നിയന്ത്രണങ്ങളുടെയും അതുപോലെ തന്നെ ആളുകൾ അത്തരത്തിൽ അവയർനെസ് ആകുന്നതിൻ്റെയും പൊതുസമൂഹം അത്രത്തോളം ഈ വിഷയത്തെക്കുറിച്ച് ജാഗ്രത പുലർത്തുന്നതിൻ്റെയൊക്കെ ഫലമാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇത്രയൊക്കെ ആയിട്ടും ഡ്രഗ്സിൻ്റെ ഉപയോഗത്തിൽ നമ്മളിപ്പോഴും വളരെയധികം വറീഡാണ്, ബോധേഡാണ്. ഇതിന് തീർച്ചയായിട്ടും ആഴത്തിലുള്ള പലതരത്തിലുള്ള പല നിലയിലുള്ള പരിശോധനകൾ ആവശ്യമായിട്ടുണ്ട്. സ്വതന്ത്ര ഇന്ത്യയുടെ 77 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി ബഡ്ജറ്റിനോടൊപ്പം അവതരിപ്പിക്കപ്പെടുന്ന എക്കണോമിക് സർവേ ഉണ്ട്. ഈ സർവേയിൽ മാനസികാരോഗ്യത്തിൻ്റെ പ്രസക്തി ഇത്തവണ വളരെയധികം ഊന്നി പറഞ്ഞിട്ടുണ്ട്. തിരിച്ചറിയപ്പെടാതെയും ചികിത്സിക്കപ്പെടാതെയും പോകുന്ന മാനസിക പ്രശ്നങ്ങൾ വ്യക്തിയുടെ കാര്യക്ഷമതയെ കുറയ്ക്കാനും ആ വ്യക്തി ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ ഉൽപ്പാദനക്ഷമത കുറയാനും കാരണമാകുന്നു. അതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ സാമ്പത്തിക ക്ഷമത കുറയ്ക്കാനും ഇത് കാരണമാകുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തലാണ് ഈ റിപ്പോർട്ടിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ത്യയുടെ ജനസംഖ്യയിൽ ഏകദേശം 10.6% പേര് ചികിത്സ ആവശ്യമുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരാണ് എന്ന നിരീക്ഷണവും ഈ സർവേ റിപ്പോർട്ടിലുണ്ട്. അതേപോലെ തന്നെ ഈ സർവേ റിപ്പോർട്ടിൽ പറയുന്നത് ബിഹേവിയറൽ അഡിക്ഷൻസ്, ഡ്രഗ് അഡിക്ഷൻസ്, ഗാഡ്ജറ്റിൻ്റെ അഡിക്ഷൻ, അക്രമവാസന, യുവജനങ്ങൾക്കിടയിലെ അക്രമവാസന, ഇതൊക്കെ തന്നെ വളരെ ഇതിനെക്കുറിച്ചുള്ള വളരെ ഗൗരവമേറിയ പരാമർശങ്ങളും ഈ റിപ്പോർട്ടിലുണ്ട്. ഇനി അപ്പോൾ എന്തൊക്കെയാണ് പ്രത്യേകിച്ച് യുവജനങ്ങളെ നമ്മളിപ്പം ഈ വിഷയം അതായതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് ആളുകളെ ഡ്രഗ്സിലേക്ക് അടുപ്പിക്കുന്നത്? ഏതായാലും നമ്മുടെയൊക്കെ വായനയിലും അറിവിലുമൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്കൊക്കെ അറിയാം. എന്നാലും ചെറുതായി ഞാനൊന്ന് ബ്രീഫ് ചെയ്യുകയാണ്. പണ്ട് കാലത്തൊക്കെ പറയുന്ന ഒരു കാര്യമാണ്, പ്രതികൂല കുടുംബ സാഹചര്യങ്ങളിൽ നിന്ന് വരുന്നവരാണ് ഡ്രഗ്സിന് അടിമപ്പെടുന്നതെന്ന്. എന്നാൽ അത്തരത്തിലൊരു സംസാരത്തിന് ഇന്ന് പ്രസക്തിയില്ല. കാരണം എവ്രി വൺ ഈസ് അറ്റ് റിസ്ക്. നമ്മൾ ഓരോരുത്തരും അത്രത്തോളം റിസ്കി ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ലഹരി വസ്തുക്കളുടെ ഉപയോഗം പല തലങ്ങളിൽ പല രീതികളിൽ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നുണ്ട് യുവജനങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു വ്യക്തിക്ക് വിഷമമുണ്ടെന്ന് കരുതുക, അല്ലെങ്കിൽ വിഷാദമുണ്ടെന്ന് കരുതുക. ആ വ്യക്തിയോട് ഒരാൾ പറയുകയാണ്, നിങ്ങൾ ഈ പദാർത്ഥം അല്പം കഴിച്ചു നോക്കൂ,
നിങ്ങൾക്ക് സ്വാസ്ഥ്യം കിട്ടും, യു ഫീൽ ഗുഡ്. തീർച്ചയായിട്ടും അതൊരു സത്യമാണ്. ഈ സംഭവം കഴിച്ചു കഴിഞ്ഞാൽ യു ഫീൽ ഗുഡ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ വസ്തുക്കൾ ഡയറക്റ്റ്ലി നേരിട്ട് തലച്ചോറിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. നമുക്കറിയാം തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങൾ, ഇതിനെക്കുറിച്ച് നമുക്കെല്ലാം മിനിമം അണ്ടർസ്റ്റാൻഡിങ് ഉള്ളതാണ്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗാനെ നമ്മളെ നിയന്ത്രിക്കുന്നത് എന്ന് നമ്മൾ പറയുന്ന, നമ്മുടെ സീറ്റ് ഓഫ് മൈൻഡ് എന്നൊക്കെ പറയുന്ന, വിശേഷിപ്പിക്കുന്ന ഈ ഒരു ഓർഗാനെയാണ് ഇത് ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ തലച്ചോറിലെ കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ആയിട്ടുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ പ്രവർത്തനങ്ങളെയാണ് ഇവ ആദ്യം താളം തെറ്റിക്കുന്നത്. അപ്പോൾ തലച്ചോറിൻ്റെ ഈ ഫ്രണ്ട് പോർഷനിലാണ് പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്ന ഒരു ഭാഗം, കേട്ടിട്ടുണ്ടായിരിക്കും. ഈ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ആണ് മനുഷ്യൻ്റെ ആത്മനിയന്ത്രണത്തിൻ്റെയും ആസൂത്രണത്തിൻ്റെയും ശ്രദ്ധയുടെയും ഒക്കെ ഡിസിഷൻ മേക്കിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെയൊക്കെ കേന്ദ്രം എന്ന് പറയുന്നത് ഈ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ആണ്. ഇതിനെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, നമ്മുടെ ശരീരത്തിലെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. അപ്പോൾ ഇവിടെ സ്ഥിതി ചെയ്യുന്ന ഡോപ്പാമിൻ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, ഇപ്പം വളരെ വ്യാപകമായി കേൾക്കുന്ന ഒരു പേരാണ് ഡോപ്പാമിൻ, അല്ലേ? പ്ലഷർ, ലഹരി, ഡോപ്പാമിൻ ഇതുമായിട്ട് വളരെ കണക്റ്റഡായി പോകുന്നു. അപ്പോൾ ഈ ഡോപ്പാമിൻ എന്ന് പറയുന്നതും ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ്. അപ്പോൾ ഇവ ആക്ച്വലി ഈ പറയുന്ന നമ്മുടെ ബ്രെയിനിൽ ചില പ്ലഷർ സെൻറ്റേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ റിവാർഡ് സെൻറ്റേഴ്സ് ഉണ്ട്. ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഈ പ്ലഷർ സെൻറ്റേഴ്സിനെ അല്ലെങ്കിൽ ഈ റിവാർഡ് സെൻറ്റേഴ്സിനെയാണ് ആദ്യം തന്നെ ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്നത്. അവിടെ ഒരു ലൂപ്പ് ഫോം ചെയ്യുകയാണ് പ്രധാനം. ഞാൻ വളരെ സിമ്പിളായിട്ട് പറയുകയാണ്. നമ്മൾ ഈ സൈക്കിളിൻ്റെ ചെയിൻ ഉണ്ടല്ലോ, നമ്മൾ പെഡൽ ചെയ്യുന്നത്, അതൊരു ലൂപ്പാണ്. എപ്പോഴും അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ആ ചക്രം വിട്ടത് പുറത്തേക്ക് പോവുകയുമില്ല. സോ ഇതൊരു ലൂപ്പാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഈ ലൂപ്പിനെ മീസോലിംബിക് ഡോപ്പാമിൻ പാത്വേ എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ റിവാർഡ് സർക്യൂട്ട് എന്നും വിളിക്കുന്നു. അപ്പോൾ ഈ റിവാർഡ് സർക്യൂട്ടിനെയാണ് ഇത് ആക്ച്വലി ആക്ടിവേറ്റ് ചെയ്യുന്നത്. നോക്കൂ, ലഹരിയുടെ കാര്യം വിടുക. നമ്മൾക്ക് സന്തോഷമുള്ള ഒരു കാര്യം ചെയ്യുന്നു എന്ന് കരുതുക. ഇപ്പം ഓരോരുത്തർക്കും ഓരോന്നാണല്ലോ സന്തോഷം ഉണ്ടാകുക. ചിലർക്ക് പാട്ട് കേൾക്കുമ്പോൾ സന്തോഷം ഉണ്ടാകും, ചിലർക്ക് നല്ല ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുമ്പോൾ സന്തോഷം ഉണ്ടാകും, കുക്ക് ചെയ്യുമ്പോൾ സന്തോഷം ഉണ്ടാകും, വായിക്കുമ്പോൾ സന്തോഷം ഉണ്ടാകും, ആളുകളുമായി ഇടപഴകുമ്പോൾ സന്തോഷം ഉണ്ടാകും. സോ നമ്മൾക്ക് സന്തോഷം തരുന്ന പ്രവൃത്തികൾ നാം ചെയ്യുമ്പോൾ ഇതേ റിവാർഡ് സർക്യൂട്ട് തന്നെയാണ് ആക്ടിവേറ്റഡ് ആകുന്നത്, ആനന്ദം തരുന്നത്. എന്നാൽ ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഈ പറയുന്ന റിവാർഡ് സിസ്റ്റവും നാച്ചുറലായിട്ടുള്ള നമ്മൾ ഈ പറഞ്ഞ ബുക്ക് വായന, നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ, ഹാംഫുൾ അല്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഈ റിവാർഡ് സർക്യൂട്ടും തമ്മിലുള്ള വ്യത്യാസം, ഈ കണ്ടീഷൻസ് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ഡ്രഗ്സ് ഈ റിവാർഡ് സർക്യൂട്ടിനെ ഹൈജാക്ക് ചെയ്യുന്നു. അതായത് ഒരു ഓവർ ആക്ടിവേഷനാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. നേരിയ അളവിൽ ഡ്രഗ്സ് കഴിച്ചാൽ പോലും നമ്മൾക്ക് 10 മടങ്ങ് ഇഫക്റ്റ് കിട്ടുന്നത് അതുകൊണ്ടാണ്. ഈ ഹൈജാക്ക് ഇവിടെ സംഭവിക്കുന്നതുകൊണ്ടാണ്. കംപ്ലീറ്റ് സിസ്റ്റത്തെയാണ് ഈ ഡ്രഗ്സ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് ഒറ്റത്തവണ പോലും ഡ്രഗ്സ് ഉപയോഗിച്ച് നോക്കരുത് എന്ന് നമ്മൾക്ക് കുട്ടികൾ ഉൾപ്പെടെയുള്ളവരോട് നമ്മൾ പറയുന്നത്. ഇനി അടുത്തൊരു പ്രാവശ്യം നേരത്തെ പറഞ്ഞ വ്യക്തി, ഒരു വിഷാദം വന്ന വ്യക്തി, വിഷമം വന്ന വ്യക്തിക്ക് വീണ്ടും അതേപോലെ ഒരു വിഷമം വന്നു എന്ന് കരുതുക. പക്ഷേ ഈ സമയത്ത് ഈ വ്യക്തി ഇതേ അളവിൽ ഈ പദാർത്ഥം എടുക്കുന്നു. എന്നാൽ ഇതൊരു ശീലമായി കഴിയുമ്പോൾ ഇതേ അളവിൽ ആ പഴയ സുഖം കിട്ടാതാകും. സോ ആ വ്യക്തിക്ക് കൂടുതലായിട്ട് അളവ് അല്ലെങ്കിൽ ഡോസേജ് കൂട്ടേണ്ടി വരും. ഇങ്ങനെ അളവ് കൂട്ടി ഒരു ഘട്ടം കഴിയുമ്പോൾ വിഡ്രോവൽ സിംറ്റംസ് സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ കേട്ടിട്ടുണ്ടാകാം വിഡ്രോവൽ സിംറ്റംസ് എന്ന് പറയുന്നത് എന്താണ്. അപ്പം മനസ്സും ശരീരവും ഇതിലേക്കുള്ള ക്രേവിങ്ങിലേക്ക് പെട്ടുപോവുകയാണ്. ആക്ച്വലി ഒരു വ്യക്തി പെടുകയാണ് പലപ്പോഴും. അപ്പോൾ ഈ ക്രേവിങ്ങിലേക്ക് പെട്ടുപോകുമ്പോൾ ഏത് വിധേനയും ആ മനുഷ്യന് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഈ സംഭവം കിട്ടിയേ ഒക്കുള്ളൂ. അതിനുവേണ്ടി ഒരു കൊലപാതകമോ അല്ലെങ്കിൽ കൊലപാതകത്തിന് കൂട്ടുനിൽക്കുന്ന അവസ്ഥയിലേക്കൊക്കെയോ ആ വ്യക്തി പെട്ടുപോവുകയാണ് ചെയ്യുന്നത്, അകപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. കാരണം ദുഃഖം മാറണമല്ലോ. ആ ദുഃഖം മാറുക അല്ലെങ്കിൽ എന്താണ്, ഇതൊരു സ്ട്രെസ് റിഡക്ഷനുള്ള ഒരു വസ്തുവാണ് എന്ന തരത്തിൽ വ്യാപകമായി യുവജനങ്ങൾക്കിടയിൽ ഈ പദാർത്ഥം സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഐഡിയ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്.
ആക്ച്വലി സ്ട്രെസ് റിഡക്ഷനുമായി ഈ ലഹരി പദാർത്ഥങ്ങൾക്ക് ഒരു ബന്ധവുമില്ല എന്നുള്ളതാണ്. ആ നിമിഷ നേരത്തുള്ള ആ സർക്യൂട്ടിൻ്റെ ആക്ടിവേഷനിലൂടെ കിട്ടുന്ന ഒരു സന്തോഷം മാത്രം, അതും വളരെ ടെമ്പററി ആയിട്ടുള്ള സന്തോഷം മാത്രം. ഇപ്പോൾ ഡ്രഗ്സ് ഉപയോഗിക്കുമ്പോൾ നേരത്തെ പറഞ്ഞു റിവാർഡ് സർക്യൂട്ട് ആക്ടിവേറ്റഡ് ആവുകയും പ്ലഷർ ഉണ്ടാവുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. എന്നാൽ ഇത് വളരെ ഷോർട്ട് ലീവ്ഡ് ആണ്. അത് ആ സംഭവം ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മിനിറ്റുകൾ കൊണ്ട് ആ വ്യക്തി എന്താ പറയുക, അയാൾക്ക് ആ ശാശ്വതമായിട്ട് ലോങ് ടേമിലേക്ക് ആ ആനന്ദത്തെ എടുത്തുകൊണ്ട് പോകാനുള്ള ശേഷി ഒരിക്കലും ഡ്രഗ്സ് കൊടുക്കുന്നില്ല. അതേസമയം നമ്മൾ നോക്കും, ഒരു നല്ല പാട്ട് കേട്ടാൽ അതിൻ്റെ ഇഫക്റ്റ് എത്ര നേരം നമുക്ക് നിൽക്കുമെന്ന് അറിയാൻ പറ്റും. ഇതൊക്കെ വളരെ നാച്ചുറലായുള്ള കണ്ടീഷനുകളിൽ സംഭവിക്കുന്നതാണ്. കഴിഞ്ഞ 2 വർഷമായിട്ട് കേരള സംസ്ഥാന യുവജന കമ്മീഷൻ യുവജനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട 2 വിഷയങ്ങളിൽ പഠനം നടത്തിയിട്ടുണ്ട്. സർവേ, കേരളത്തിലുടനീളമുള്ള സർവേ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ 2023 നടത്തിയ പഠനം എന്ന് പറയുന്നത് യുവജനങ്ങൾക്കിടയിലെ ആത്മഹത്യയെക്കുറിച്ചുള്ള പഠനമായിരുന്നു. അപ്പോൾ ആ പഠനത്തിൻ്റെ എക്സ്പെർട്ട് കമ്മിറ്റിയിൽ ഞാനന്ന് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. ആത്മഹത്യ അതിനെക്കുറിച്ചുള്ള പഠനത്തിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു കണ്ടെത്തലെന്ന് പറയുന്നത്, ഈ പറഞ്ഞ മാതിരി പ്രശ്നങ്ങൾ വരുമ്പോൾ ഇവരിൽ പലരും അന്വേഷിക്കുന്നത് ആദ്യം തന്നെ ഇതിനൊരു ടെമ്പററി സൊല്യൂഷൻ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ്. അതായത് അല്പനേരത്തേക്ക് ഈ ആളുകളൊക്കെ തന്നെ അല്പനേരത്തേക്ക് എന്തെങ്കിലും ഒരു സമാധാനം കിട്ടുമോ, അല്ലെങ്കിൽ ഈ പ്രശ്നത്തിൽ നിന്ന് ഒരു അല്പനേരം മാറി നിൽക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ മദ്യപാനവും അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ ഒരു ടെമ്പററി സ്ട്രെസ് റിഡക്ഷന് വേണ്ടി ഉപയോഗിച്ചിരുന്നു എന്നാണ് സർവേ ഫലങ്ങൾ പറയുന്നത്. അതുപോലെ തന്നെ 2024-25 വർഷം ഈ 2 റിപ്പോർട്ടിൻ്റെയും പഠന ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള റിപ്പോർട്ട് നമ്മൾ ചീഫ് മിനിസ്റ്ററിന് നേരിട്ട് ഹാൻഡ് ഓവർ ചെയ്തതാണ്. രണ്ടാമത്തെ പഠനം എന്ന് പറയുന്നത് തൊഴിലിടങ്ങളിലെ മാനസിക സമ്മർദ്ദം. അപ്പോൾ ഈ വിഷയത്തിൻ്റെ പഠന സമിതിയിലും ഞാനുണ്ടായിരുന്നു, അതിൻ്റെ ചെയർപേഴ്സൺ ആയിരുന്നു. അപ്പോഴും നമ്മൾ സ്ട്രെസ്സ് വരുമ്പോൾ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് IT മേഖലകളിലുള്ളവർക്ക് സ്ട്രെസ്സ് വരുമ്പോൾ അവർ വളരെ പെട്ടെന്ന് തന്നെ ഈ പറയുന്ന കാര്യങ്ങളിലേക്ക് സ്ലിപ്പ് ചെയ്യുന്നു, ഇതൊന്ന് പരീക്ഷിക്കാൻ തയ്യാറാകുന്നു. ശേഷം ആ ഒരു വിഷമഘട്ടം മാറ്റുന്നതിന് വേണ്ടിയിട്ടെന്നുള്ള രീതിയിൽ ഉപയോഗം സ്റ്റാർട്ട് ചെയ്യുന്നു എന്നാണ് പറയപ്പെടുന്നത്. സോ ഒരു മാർഗം ഡ്രഗ്സ് ആണ് എന്നുള്ളതാണ് ആ സർവേയിൽ റിവീൽ ചെയ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഇത് ഒരു വലിയ ട്രാപ്പാണ്. ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ, ഇതൊരു ട്രാപ്പാണ്. ബേസിക്കലി ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് സ്ട്രെസ് റിഡക്ഷൻ. ഇതിലേക്ക് പെട്ടുപോകുന്ന യുവജനങ്ങൾ ഒരുപാടുണ്ട്. ഇനി മറ്റൊന്ന്, നമുക്കറിയാവുന്നതുപോലെ ഇതൊരു റെക്രിയേഷൻ ഏജൻ്റ് ആണെന്നുള്ള വ്യാപകമായിട്ടുള്ള ഒരു പ്രചരണം നമുക്കറിയാം. ഇന്ന് പാർട്ടികൾ എന്ന് കേൾക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇവിടെ എറണാകുളം സൈഡിലൊക്കെ ഒരുപാട് പോലീസ് കേസുകൾ വന്നതാണ്. ഒരു പാർട്ടി ആയിക്കോട്ടെ, എന്തിന് കുട്ടിയുടെ ബർത്ത്ഡേ ഫംഗ്ഷനിൽ പോലും ഇത് വളരെ സജീവമായി ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ആലോചിച്ച് നോക്കാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ ഇത് ഏതുമായിക്കോട്ടെ, ആ പാർട്ടിയിൽ അത് ഉപയോഗിച്ചാലുള്ള പ്രയോജനങ്ങളെക്കുറിച്ചുള്ള വാഴ്ത്തിപ്പാടലുകൾ, അതല്ലെങ്കിൽ ആ പാർട്ടിയിൽ ഏറ്റവും ഷൈൻ ചെയ്യാൻ പറ്റും, പാർട്ടിക്കൊരു ഗുമ്മ് കിട്ടുന്നതിന് വേണ്ടിയിട്ടും കൂടി ഈ പറയുന്ന പദാർത്ഥങ്ങൾ വ്യാപകമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ ഒരു പരിണിത ഫലം എന്താണെന്ന് ചോദിച്ചാൽ, സത്യസന്ധമായിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള ആസ്വാദന ശേഷി വ്യക്തികളിൽ നിന്ന് നഷ്ടപ്പെടും ക്രമേണ. കാരണം ഇത് ഉപയോഗിച്ചാലേ അതുള്ളൂ എന്നുള്ളൊരു തോന്നലിലേക്ക് നമ്മൾ എത്തുമ്പോൾ സ്വതസിദ്ധമായി നൈസർഗികമായിട്ടുള്ള നമ്മുടെ ആസ്വാദന ശേഷി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, ബ്രെയിൻ എന്ന് പറയുന്ന നമ്മുടെ തലച്ചോറെന്ന് പറയുന്നത് പൊതുവെ ഇച്ചിരി മടി പിടിച്ചിട്ടുള്ള ആളാണ്. നല്ല മടിയാണ് ആൾക്ക്. നമ്മുടെ ശരീരത്തിലെ പല ഓർഗാൻസിനെ പോലെയല്ല, ബ്രെയിൻ ഇത്തിരി മടി കൂടുതലാണ്. അതിന് സ്വന്തമായി ഒന്നും ചെയ്യാനുള്ള ശേഷി ബേസിക്കലി ഇല്ല ബ്രെയിനിന്, നമ്മളാണ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഇപ്പറഞ്ഞ രീതിയിലും ഇതും ഒരു ട്രാപ്പാണ്. അതായത് പാർട്ടി കൊഴുപ്പിക്കണമെങ്കിൽ ഈ സാധനം ഉപയോഗിക്കുക എന്നുള്ളത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട രീതി എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും പിയർ പ്രഷറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും അല്ലേ? കൂട്ടത്തിൽ എല്ലാവരും ഉപയോഗിക്കുന്നു, നീ ഉപയോഗിക്കാതിരുന്നാൽ നീ ഒറ്റപ്പെട്ടു പോകും, നീ ഭയങ്കര ഔട്ട്ഡേറ്റഡ് ആകും, അല്ലെങ്കിൽ ഓൾഡ് ഫാഷൻഡ് ആകും എന്നുള്ള തരത്തിൽ ഉള്ള ഒരു പ്രചരണം, അല്ലെങ്കിൽ ആ കൂട്ടുകാരുടെ സമ്മർദ്ദം കൊണ്ട് പലരും ആദ്യമായി ലഹരി ഉപയോഗിക്കുന്നതും കൂട്ടുകാരുടെ സമ്മർദ്ദം കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇതും അഗെയിൻ ഒരു സോഷ്യലൈസേഷൻ ട്രാപ്പാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓരോരുത്തരും അത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇതൊരു സോഷ്യലൈസേഷൻ ട്രാപ്പാണ്. പിന്നത്തത് വളരെ കോമൺ ആയിട്ട്, ഞാൻ ഏറ്റവും കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. വളരെ കോമൺ ആയിട്ടുള്ള ഒന്നാണ് സർഗാത്മകത അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, പെർഫോമൻസിന് സ്റ്റാമിന ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടെന്നുള്ള തരത്തിൽ വളരെ
എളുപ്പമാർഗമായി പലരും ഡ്രഗ്സ് ഉപയോഗിക്കുന്നു. ഇപ്പം ഇവിടെ റീസെൻ്റ്ലി പല സെലിബ്രിറ്റീസിൻ്റെയും കേസുകൾ നമുക്കറിയാവുന്നതാണ്. അപ്പം ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ എന്തായാലും ഇതൊരു ഷോർട്ട് കട്ടാണ്. പല ആക്ട്രസ്സുകളും കലാകാരന്മാരും ഒക്കെ ഒരു പക്ഷേ അവരുടെ നിലനിൽപ്പിൻ്റെയും കൂടെ പ്രശ്നമായിരിക്കാം ഇതിലേക്ക് പെട്ടുപോകുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതിനകത്തേക്ക് അവർ യൂസ് ചെയ്യുന്നു, പെട്ടുപോകുന്നതായിരിക്കാം. മറ്റ് പല കാരണങ്ങളെന്ന് പറയാവുന്ന, ഇതിൽ പെടുത്താത്ത കാരണങ്ങളെന്ന് പറയുന്നത് ചിലപ്പോൾ സാമ്പത്തിക ലാഭമായിരിക്കാം, കരിയർ എന്ന രീതിയിലൊക്കെ പോകാം. പിന്നെ ഭീഷണിപ്പെടുത്തലുകൾ വഴങ്ങിക്കൊണ്ട് ആ നിലയ്ക്ക് പെട്ടുപോകുന്നവരുണ്ട്. അത്തരത്തിൽ നമ്മളിവിടെ ചർച്ച ചെയ്യാത്ത മറ്റ് പല കാരണങ്ങളും കണ്ടേക്കാം. ഓരോ വ്യക്തിക്കും ഓരോ കാരണങ്ങളുണ്ട്. ചിലപ്പോഴെങ്കിലും പലരും പല കാരണങ്ങൾ കൊണ്ടാണ് ഇതിലേക്ക് വന്ന് പെടുന്നതും നിരന്തരമായി ഉപയോഗിക്കുന്നതും. അപ്പോൾ കഴിഞ്ഞ തലമുറയിലെ ചെറുപ്പക്കാർ, ഇവിടെ ഇരിക്കുന്നവരെ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, നിങ്ങൾ സിഗരറ്റോ അല്ലെങ്കിൽ മദ്യപിക്കുകയോ ഒക്കെ ചെയ്യുന്നവർ ആ വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗന്ധം മൂലമോ അല്ലെങ്കിൽ ആ ബോഡി പോസ്ചറോ അല്ലെങ്കിൽ അവരുടെ നിലയോ അഴകൊഴ സംസാരമോ ഇതൊക്കെ കൊണ്ട് ഇത് ചുറ്റിനുമുള്ളവർക്ക് ആ ശരീരഭാഷ കൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് ഇത് തിരിച്ചറിയാൻ കുറച്ചും കൂടി എളുപ്പമായിരുന്നു. പഴയ തലമുറയിൽപ്പെട്ട യുവജനങ്ങൾക്കിടയിൽ ഈ സംഭവത്തിൻ്റെ യൂസ് ഉണ്ടെങ്കിൽ അറിയാൻ പറ്റുമായിരുന്നു. എന്നാൽ ഇന്നത്തെ ആധുനിക യുവത്വം ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന സിന്തറ്റിക് ഡ്രഗ്സ് എന്ന് പറയുന്ന ഈ കേസിൽ ഈ വസ്തു ഉപയോഗിച്ചവരെ, ആ ലഹരി വസ്തു ഉപയോഗിച്ചവരെ അവരുടെ ശരീരഭാഷ കൊണ്ടോ മണം കൊണ്ടോ അല്ലെങ്കിൽ സംസാരം കൊണ്ടോ ഒന്നും വളരെ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കില്ല. അതാണ് ഡ്രഗ്സിൻ്റെ വലിയൊരു ഡേഞ്ചർ എന്ന് പറയുന്നത്. ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വളരെ വളരെ ബുദ്ധിമുട്ടാണ്. ഇതൊരു സങ്കീർണമായ പ്രശ്നവും കൂടിയാണ്. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ വീടുകളിലോ നമ്മൾ അടുത്തിടപഴകുന്നവരിലോ അയൽപക്കത്തോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി റെഗുലറായിട്ട് ഇപ്പോൾ പഠിപ്പിക്കുന്നവരുണ്ട് വിദ്യാർത്ഥികൾക്കിടയിലോ ഒക്കെ ഇതിൻ്റെ പ്രസൻസ് അല്ലെങ്കിൽ ഇവർ ഈ വസ്തു ഉപയോഗിക്കുന്നുണ്ട്, അതിൽ അടിമപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് അറിയാൻ ചില മാർഗങ്ങളുണ്ട്. അത് 100% ഫുൾ പ്രൂഫ് അല്ല. എന്നിരുന്നാൽ കൂടിയും ചില ലക്ഷണങ്ങൾ, ഓക്കെ, ഞാൻ ഇനി പറയാൻ പോകുന്ന ചില ലക്ഷണങ്ങളിൽ 3 എണ്ണമെങ്കിലും കുറഞ്ഞത് 1 മാസക്കാലം ഇവരിൽ കണ്ടുവരുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് സംശയിക്കാം ഇവർ ഡ്രഗ്സിന് അടിമപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഇവർ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. ഇത് DSM ICD പോലെയുള്ള ഇൻ്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് പറയുന്നതാണ്. എന്നിരുന്നാലും വീടിനകത്ത് ചില പെരുമാറ്റ വ്യത്യാസങ്ങളൊക്കെ കാണുമ്പോൾ, അപ്പോൾ നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ മക്കളൊക്കെ ആ ഒരു നിലയ്ക്കുള്ളവരായിരിക്കാം, അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ സാധിക്കും. അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ലഹരി വസ്തു ഉപയോഗിക്കുന്നതിനുള്ള അദമ്യമായ തീവ്രമായ ആസക്തി. 2, ലഹരി വസ്തുവിൻ്റെ അളവും അത് ഉപയോഗിക്കുന്ന സമയവും നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥ. ആനന്ദ അനുഭൂതികൾ ലഭിക്കാൻ ക്രമേണ ഉപയോഗിക്കുന്ന ലഹരി വസ്തുവിൻ്റെ അളവ് കൂട്ടിക്കൂട്ടി കൊണ്ടുവരേണ്ട അവസ്ഥ. 4, സ്ഥിരമായി ഉപയോഗിക്കുന്ന ലഹരി വസ്തു പൊടുന്നനെ കിട്ടാതെ വരുമ്പോൾ പെട്ടെന്ന് പ്രകടമാകുന്ന ചില പിൻവാങ്ങൽ ലക്ഷണങ്ങൾ. ഇനി ഇതൊന്നിലും പെടാതെ കുട്ടികളിൽ അല്ലെങ്കിൽ നമ്മളീ പറയുന്ന ആളുകളിൽ ഉറക്കക്കുറവ്, ശരീരം മെലിഞ്ഞു പോകുന്ന അവസ്ഥ, പെട്ടെന്ന് ദേഷ്യമുണ്ടാവുക, ഇമോഷണൽ മൂഡ് സ്വിങ്സ് ഉണ്ടാവുക, അതുപോലെ വിശപ്പില്ലായ്മ, ശബ്ദങ്ങളോട് അസഹിഷ്ണുത, ശരീരത്തിൻ്റെ പല ഭാഗത്തായി കാണപ്പെടുന്ന മുറിവുകൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ, കണ്ണുകൾ ചുവന്നിരിക്കുക, ഇതൊക്കെ അതിൻ്റെ ലക്ഷണങ്ങളാണ്. ഇപ്പം ഞങ്ങൾ പഠിപ്പിക്കുന്ന സമയത്തൊക്കെ ഇപ്പം നമുക്കറിയാം ലഹരി വ്യാപകമായിട്ട് കുട്ടികളുടെ കയ്യിൽ എത്തുന്നുണ്ട് എന്നുള്ളത് ഉള്ള കാര്യമാണ്. ഞാൻ കാലടി സർവകലാശാലയിലാണ് പഠിപ്പിക്കുന്നത്. അവിടെ നെടുമ്പാശ്ശേരി എയർപോർട്ടും കൂടെ അടുത്തായതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. കുട്ടികളിലേക്ക് ഈ സംഭവം മറ്റെവിടെയും പിടിക്കുന്നതിന് മുമ്പേ സംഭവം ഇങ്ങോട്ട് കിട്ടുവാണ്. അപ്പോൾ ഇതിനെതിരെ ഒരുപാട് ക്യാമ്പയിൻസൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ കൂടിയും ഇപ്പോഴും ഈ ഉപയോഗമുണ്ട്. ഇതിൻ്റെ ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ അധ്യാപകരോടും അലേർട്ടായിരിക്കാൻ പറയുന്നത് ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്ന് പറയുകയും കൂടി ചെയ്യുന്നുണ്ട്. നമ്മൾ അലേർട്ടാവുക എന്ന് പറയുമ്പോൾ, കാരണം പാരൻസ് ഇത് പലപ്പോഴും അറിയുന്നില്ല. കാരണം ഇവരൊക്കെ ഹോസ്റ്റലിൽ നിൽക്കുന്നവരാണ്. പാരൻസ് വല്ലപ്പോഴും മാസത്തിലൊന്നോ 2 മാസം കൂടുമ്പോഴാണ് ആക്ച്വലി ഈ കുട്ടികളെ കാണുന്നത്. അപ്പോൾ ഡെയിലി എൻഗേജ് ചെയ്യുന്ന നമ്മൾക്കൊരു വലിയ ഉത്തരവാദിത്വമുണ്ട്. അപ്പം എൻ്റെ തന്നെ അനുഭവത്തിൽ പറയുകയാണെങ്കിൽ, ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു പെൺകുട്ടി ആ ബാച്ചിൽ ഫസ്റ്റ് റാങ്കോടുകൂടി എൻട്രൻസ് എഴുതി കയറി വന്ന കുട്ടിയാണ്. വളരെ മിടുക്കിയാണ്. ഫസ്റ്റ് സെമസ്റ്ററിലൊക്കെ നല്ല പെർഫോമൻസൊക്കെ നമ്മൾ കണ്ടു.
പക്ഷേ സെക്കൻഡ് സെമിസ്റ്റർ ആയപ്പോഴത്തേനും ഈ കുട്ടി ക്ലാസ്സിൽ ഇരിക്കുന്ന രീതിയാണ് ആദ്യം തന്നെ നമ്മൾ നോട്ട് ചെയ്തത്. കാരണം വളരെ സജീവമായി ഫ്രണ്ടിലിരുന്നിരുന്ന വളരെ ആക്റ്റീവായിട്ട് ടീച്ചേഴ്സിൻ്റെ മുഖത്തേക്ക് നോക്കി ക്ലാസ്സിൽ ശ്രദ്ധയോടുകൂടി ഇരുന്നിരുന്ന കുട്ടി പയ്യെ 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 പുറകോട്ടായി തുടങ്ങി. എന്ന് പറഞ്ഞാൽ ബാക്ക് സീറ്റിലേക്ക് പോയി തുടങ്ങി. ഓക്കെ, അതവരുടെ ഇഷ്ടമാണ് എന്ന് നമ്മൾ വിചാരിച്ചു. പക്ഷേ അതിനുശേഷവും ഈ കുട്ടി ഇരിക്കുന്നതും കിടക്കുന്നതും സദാസമയവും ഒരു തളർന്ന കിടപ്പാണ്. കാരണം ഇതിന് രാത്രി പ്രോപ്പറായിട്ട് ഉറക്കം കിട്ടുന്നുണ്ടോ അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മുടെ ആദ്യത്തെ സംശയം. പക്ഷേ പയ്യെ പയ്യെ കണ്ണിൻ്റെ ചുവപ്പും എഴുതുന്ന കാര്യത്തിൽ അസൈൻമെൻ്റൊക്കെ എഴുതുന്ന കാര്യത്തിലൊക്കെ നല്ലോണം ഉഴപ്പുമൊക്കെ ആയിക്കഴിഞ്ഞപ്പം നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. പക്ഷെ അപ്പോഴും അറിയുന്നില്ല ഇതിൻ്റെ ഒരു സംഭവമാണെന്നുള്ളത് നമ്മൾ അറിയുന്നില്ല. മറ്റെന്തെങ്കിലും ചിലപ്പോൾ റിലേഷൻഷിപ്പ് ഇഷ്യൂസോ വല്ല റിജക്ഷനോ നൈരാശ്യമോ അങ്ങനെ വല്ലതൊക്കെ ആയിരിക്കാം എന്നാണ് കരുതിയത്. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖങ്ങളായിരിക്കാം. നമ്മൾ ഈ കുട്ടിയെ വിളിച്ചു ചോദിച്ചു. കുട്ടി നമ്മളോട് ആദ്യമേ ഒന്നും ഷെയർ ചെയ്തില്ല. അതിനുശേഷം നമ്മൾ ഈ പ്രശ്നം ഗുരുതരമായി കണ്ടു തുടങ്ങിയപ്പോൾ കുട്ടിയുടെ അക്കാഡമിക്സ് കംപ്ലീറ്റ്ലി താഴോട്ടാണ് പോകുന്നതെന്ന് കണ്ടപ്പോൾ നമ്മൾ കൗൺസിലറിനെ റെഫർ ചെയ്തു. അപ്പോൺ 2-3-4 സിറ്റിങ്സിന് ശേഷമാണ് കുട്ടി റിവീൽ ചെയ്തത്. നമുക്ക് സംശയം ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും അത് കുട്ടി റിവീൽ ചെയ്തത് അപ്പോഴാണ് ദാറ്റ് ഷീ ഈസ് കൺസിസ്റ്റൻ്റ്ലി യൂസിങ് ഡ്രഗ്സ്. അതും MDMA ആണ് എപ്പോഴും കയ്യിലുണ്ടാവുക. ബാഗ് തപ്പാനായിട്ട് നമുക്കങ്ങനെ പെട്ടെന്ന് സാധിക്കില്ല. പക്ഷേ എന്നിരുന്നാലും ഇത് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ടായി. ഇനി അതിലും വിഷമകരമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ഡ്രഗ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ച പോലെ ബോധാവസ്ഥ എന്ന് പറയുന്നത് നഷ്ടപ്പെടുകയാണ്. ഈ കുട്ടിക്കൊരു അഫെയർ ഉണ്ട്. ആ കുട്ടിയെ ഇഷ്ടപ്പെടുന്ന പുരുഷനല്ല, അതിൽ കൂടുതൽ ആളുകൾ ഈ കുട്ടിയെ ഉപദ്രവിച്ചു എന്നാണ് നമ്മൾ പിന്നീട് മനസ്സിലാക്കിയത്. സോ ഡ്രഗ്സ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കൺസെൻഷ്വൽ സെക്സ് എന്ന് പറയുന്ന ഒരു കാര്യമില്ല. അവിടെ എവിടെയാണ് കൺസെൻസ് ഉള്ളത്? സ്വബോധമുള്ള ഒരാൾക്കല്ലേ സമ്മതം പറയാൻ പറ്റുള്ളൂ. സോ ഈ രീതിയിൽ ഈ കുട്ടിയെ ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ട്. ഈ കുട്ടി അതിനെ തുടർന്നുണ്ടായ മനോവിഷമങ്ങളും കാര്യമൊക്കെ ആയിട്ട് വലിയ രീതിയിൽ സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റ്സിന് പോകേണ്ടി വന്നു. ഒരുപാട് നാൾ കുട്ടി ക്ലാസ്സിൽ വന്നില്ല. കാരണം കിടത്തി ചികിത്സ തന്നെ വേണ്ടി വന്നു. പക്ഷേ അത് കഴിഞ്ഞ് തിരിച്ചെത്തുന്ന ഒരു സമയമുണ്ട്. അതിലേക്ക് ഞാൻ വരാം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇതിനെ നിസ്സാരമായി കാണരുത്. നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ലക്ഷണങ്ങൾ തീർച്ചയായിട്ടും ഐഡൻറ്റിഫൈ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഇത്രയും കാര്യങ്ങൾ, അതായത് ഇതിൻ്റെ പ്രസക്തി എന്താണെന്നും മാനസികാരോഗ്യമായി ഇതെങ്ങനെ കണക്ട് ചെയ്ത് കിടക്കുന്നു, ഒരു വ്യക്തിയുടെ ഉൽപ്പാദനക്ഷമത, ഒരു കുട്ടി പഠിക്കുന്ന ഒരു കുട്ടിക്കുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, പെർഫോമൻസ് ഇതായി പോകുന്നത്, ഇതൊക്കെ തന്നെ നമ്മൾക്ക് എങ്ങനെ പരിഹരിക്കാമെന്ന് ചോദിച്ചാൽ ഒരു സിംഗിൾ ക്യാപ്സ്യൂൾ സൊല്യൂഷൻ ഇതിനില്ല. ബേസിക്കലി അത്ര സങ്കീർണമാണ് ഈ ഇഷ്യൂ എന്ന് പറയുന്നത്. കാരണം ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ ഇപ്പം നമുക്കറിയാം പോസ്റ്റ് കോവിഡ് സിനേരിയോ. ഇപ്പോൾ കോവിഡിൻ്റെ സമയത്ത് നമ്മളെല്ലാവരുടെയും കയ്യിലേക്ക് ഫോൺ വന്നുല്ലോ. നമ്മൾ കുട്ടികൾക്കും എടുത്തു കൊടുത്തു. പ്രത്യേകിച്ച് കുട്ടികളുടെ പഠനത്തിൻ്റെ ആവശ്യമായിട്ടും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നമ്മൾ ഈ പറഞ്ഞ ഫോണും ഗാഡ്ജറ്റ്സും എല്ലാം കൊടുത്തു. അതിന് ശേഷമുള്ള ഒരു വരവുണ്ട്. ആ വരവിൽ നമ്മൾക്ക് ആർക്കും പിന്നെ ഒരു നിയന്ത്രണം ഉണ്ടായിട്ടില്ല. നമ്മളാണെങ്കിലും ശരി, കുട്ടികളാണെങ്കിലും ശരി, ഇതിൻ്റെ ഉപയോഗത്തെ മൈൻഡ്ഫുള്ളായിട്ട് യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ പ്രയോറിറ്റൈസ് ചെയ്ത് യൂസ് ചെയ്യാനോ ഉള്ള ശിക്ഷണം അല്ലെങ്കിൽ അവരെ അത് പഠിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതൊരു വലിയ പ്രശ്നമാണ്. ഇതിൻ്റെ പോക്കങ്ങ് ഒറ്റ പോക്ക് പോയി. പിടി കിട്ടിയില്ല, പാരൻസിന് പിടി കിട്ടിയില്ല, അവരവർക്ക് തന്നെ കുട്ടികൾക്കും പിടി വിട്ടുപോയി കംപ്ലീറ്റ്. ഇന്ന് നമുക്കറിയാം ഈ ഗാഡ്ജറ്റ്സിൻ്റെ ഉപയോഗം കാരണം ഒരു തരത്തിലുള്ള സോഷ്യൽ ഡിറ്റാച്ച്മെൻറ്റ് കുട്ടികൾക്കിടയിലും അഡൾട്ടിൻ്റെ ഇടയിലും വളരെ വ്യാപകമായിട്ടുണ്ട്. ഇപ്പം നമ്മളിവിടെ ഇരിക്കുന്ന നമ്മളെല്ലാം വളരെ പ്രായവും പക്വതയും ഉള്ളവരാണ്. നമുക്കറിയാം എപ്പോഴും ഫോൺ യൂസ് ചെയ്യണം, നമ്മൾ എന്തിന് യൂസ് ചെയ്യുന്നു, എത്ര ചിലപ്പോഴൊക്കെ റീൽസ് വിട്ടു പോകുമെന്ന് വിചാരിച്ചോ. എന്നാലും നമ്മൾ കുക്കിങ്ങിനായാലും എന്ത് കാര്യത്തിനൊക്കെ ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ അത് ഒരു പ്രത്യേക പ്രായത്തിലുള്ള കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായിട്ടുള്ളൊരു കാര്യമാണ്. അതിനുവേണ്ടി തന്നെ ഒരു സെപ്പറേറ്റ് സെഷൻ വേണം. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. സോ എന്നിരുന്നാലും ഈ പരസ്പരം സംസാരിക്കാതെയും അല്ലെ കൂട്ടുകൂടാതെയും ഒരു സോഷ്യലി ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ വളരുന്ന ഒരു കുട്ടി തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ ലോകം അല്ലെങ്കിൽ ആ കുട്ടിയുടെ ലോകം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയുടെ ഒരു വലിയ ലോകമാണ്. വലിയ രീതിയിലുള്ള ഇൻഫ്ലുവൻസ് ഈ കുട്ടികളിൽ സോഷ്യൽ മീഡിയ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം നമുക്കൊക്കെ രണ്ട് ലോകമാണല്ലോ, ഒന്ന് യഥാർത്ഥ ലോകവും മറ്റൊന്ന് സോഷ്യൽ മീഡിയയുടെ ലോകവും എന്ന് പറയുന്നത്. അപ്പം ഇതേ പ്രശ്നങ്ങളിലൂടെ തന്നെയാണ് ഈ യുവജനങ്ങളും കടന്നു പോകുന്നത് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പോൾ അടിസ്ഥാനപരമായി ഇപ്പം ഏതൊരു
മാനസികാരോഗ്യ പ്രശ്നവും നമ്മൾ എടുത്തു പരിശോധിച്ചാൽ ഇതിൻ്റെയൊക്കെ റൂട്ട് കിടക്കുന്നത് കുടുംബങ്ങളിലാണ്. ഫാമിലി, കെട്ടുറപ്പുള്ള കുടുംബം എന്ന് പറയുമ്പം അതിൻ്റെ അകത്ത് പാരൻറ്റിങ് വരുന്നുണ്ട്, സിബ്ലിങ്സ് തമ്മിലുള്ള ബന്ധം വരുന്നുണ്ട്, ഒരുപാട് ഘടകങ്ങൾ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. സോ നമ്മുടെ ഫാമിലിയുടെ റോൾ എന്താണെന്നുള്ളത് വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ട ഒന്നാണ്. പരസ്പരം സംസാരിക്കാൻ നേരമില്ലാതാകുന്ന അവസ്ഥയിൽ പോലും ഒരുപാട് കുട്ടികൾ വളരുന്നുണ്ട്, അല്ലേ? അഡോളസൻസ് ആയാലും അഡൾട്ട്സ് ആയാലും. സോ വീട്ടിൽ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുക, സംസാരിക്കാനായിട്ട്, സ്വതന്ത്രമായി സംസാരിക്കാനും നോൺ ജഡ്ജ്മെൻ്റലായി കുട്ടികളെ കേൾക്കാനും മക്കളെ കേൾക്കാനും ഉള്ള ഒരു മാനസികാവസ്ഥ എല്ലാവരിലും, കുടുംബാംഗങ്ങളിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. സോ ഒരു പ്രശ്നമുണ്ടായാൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ കുട്ടികളൊരു പ്രശ്നമുണ്ടായാൽ ഏത് പരിധി വരെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ട്, അവരെത്രത്തോളം നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ട്. നല്ല കുടുംബ ബന്ധങ്ങൾ ഇപ്പോഴും ഉള്ളവർ, മക്കൾക്ക് ഇപ്പം 40 വയസ്സായാലും ശരി, ഒരു പ്രശ്നമുണ്ടായാൽ അച്ഛനോടും അമ്മയോടും അല്ലെങ്കിൽ ആരാണോ കംഫർട്ടബിൾ ആയിട്ടുള്ളത് ആ കുടുംബാംഗങ്ങളോട് വളരെ ഈസിയായി ഷെയർ ചെയ്യുന്നുണ്ട്. എന്നാൽ പല കുടുംബങ്ങളിലും ഇതല്ല സ്ഥിതിവിശേഷം എന്ന് പറയുന്നത്. ഇനി പാരൻസ് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നേരത്തെ പറഞ്ഞ പെരുമാറ്റ ലക്ഷണങ്ങളോടൊപ്പം തന്നെ മക്കൾ എവിടെ പോകുന്നു, എന്തിനൊക്കെ പോകുന്നു, മക്കളുടെ കൂട്ടുകാരാരൊക്കെയാണ്, അതിൽ തന്നെ പുതിയ കൂട്ടുകാരുണ്ടോ, പ്രായത്തിൽ മൂത്ത കൂട്ടുകാരുണ്ടോ, അപ്പം മക്കളുടെ സൗഹൃദങ്ങളെക്കുറിച്ച് ബി അലേർട്ട് എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം നമുക്ക് പറയാനുള്ളത്. എന്നുവെച്ചാൽ ശ്രദ്ധിക്കുക, ഒരു ശ്രദ്ധയുണ്ടാവുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കുട്ടികളുടെ കേസാണെങ്കിൽ ഇവർക്ക് ഈ FBയും പിന്നെ മറ്റേ സംഭവം ഉണ്ടല്ലോ, എന്താണ്, ഇൻസ്റ്റാഗ്രാം, എനിക്കതില്ല, അതുകൊണ്ടാണ് FB ഉണ്ട്. അപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇപ്പം നമ്മൾ പാരൻറ്റിങ് ക്ലാസ്സുകളിലൊക്കെ പറയുന്നത് നിങ്ങളും അക്കൗണ്ട് എടുക്കാനാണ് പറയണേ. മറ്റൊരു പേരിലായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, പക്ഷേ നിങ്ങളും ഒരു അക്കൗണ്ട് എടുക്കണം. നിങ്ങളുടെ മക്കൾ എന്താണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്ത് തരം പോസ്റ്റുകളാണ് ഷെയർ ചെയ്യുന്നത്, അത് അവരുടെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള കൈകടത്തൽ അല്ലാത്ത രീതിയിൽ, എന്ന് വെച്ചാൽ അവർക്ക് വ്യക്തിപരമായി അവരെ അറസ്റ്റ് ചെയ്ത രീതിയിൽ തോന്നാത്ത ഒരു തലത്തിൽ വേണം നമ്മളതിലേക്ക് ശ്രദ്ധാപൂർവം ഇടപെടാനായിട്ട്. അപ്പം കീപ്പ് ആൻ ഐ എന്നാണ് നമ്മൾ പറയുന്നത്. ടീച്ചേഴ്സിനോടും നമ്മൾ ശ്രദ്ധിക്കാൻ പറയും, പേരൻസിനോടും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് പറയും. അപ്പോൾ സ്നേഹവും അച്ചടക്കവും ഒരേപോലെ പ്രകടമാകുന്ന തരത്തിലുള്ള മാതൃകയായിരിക്കണം കുടുംബ അംഗങ്ങളിൽ നിന്നും ഉണ്ടാകേണ്ടത്, കുടുംബ അന്തരീക്ഷത്തിൽ നിലനിർത്തേണ്ടത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പല പ്രശ്നങ്ങളുടെയും തുടക്കമെന്ന് പറയുന്നത് കുടുംബാന്തരീക്ഷങ്ങളിൽ നിന്നും ഏൽക്കുന്ന പലതരത്തിലുള്ള അനുഭവങ്ങളാണ്. നിസ്സാരമായിട്ടുള്ള ഒരു കമൻറ്റ് പോലും ഇന്നത്തെ കുട്ടികൾ ഭയങ്കരമായിട്ട്, ഇപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ ഇപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞിട്ട് നമ്മളതങ്ങ് തട്ടിവിടും. പക്ഷെ ഇന്നങ്ങനെയല്ല, കുട്ടികൾ ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു പ്രവണതയുണ്ട്. അത് പിന്നീട് വൈരാഗ്യമായി മാറാം. അധ്യാപകരോടായിക്കോട്ടെ, പാരൻസിനോടായിക്കോട്ടെ. സോ ഇത് വളരെ സെൻസിറ്റീവായിട്ടുള്ള വിഷയങ്ങളാണ്. പണ്ട് നമ്മൾ വളർന്ന പോലെ അല്ല. പണ്ട് നമ്മുടെ കുടുംബത്തിൽ 5-6 മക്കൾ കാണും, മൂത്ത ആൾ താഴെയുള്ളവരെ നോക്കും, എല്ലാവരും എങ്ങനെയോ അന്ന് വളരുമായിരുന്നു. ഇന്നിപ്പോൾ വളർത്തേണ്ട അവസ്ഥയാണ്. അപ്പോൾ അതിൽ വളരെ കെയർഫുൾ ആകുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റൊന്ന്, പരിഹാരം എന്നല്ല ഞാൻ പറയുന്നത്, എന്നിരുന്നാലും നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഷയമാണ് സിനിമകളിലൂടെയും അതുപോലെ തന്നെ മറ്റ് സോഷ്യൽ മീഡിയയിലൂടെയും സീരീസിലൂടെയും ഒക്കെ ആഘോഷവൽക്കരിക്കപ്പെടുന്ന ലഹരിയുടെ ഉപയോഗം, അതിനെ തുടർന്നുള്ള അക്രമങ്ങൾ. ഇപ്പം വളരെ വ്യാപകമായിട്ടുള്ള ചർച്ചകൾ നടന്നല്ലോ മാർക്കോ സിനിമയൊക്കെ ഇറങ്ങിയ സമയത്തൊക്കെ. അപ്പം ഇതിന് 2 പക്ഷം പറയുന്നുണ്ട്. പണ്ടും ഇതേ അക്രമങ്ങളും കാര്യങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു, അന്ന് മീഡിയ ഉണ്ടായിരുന്നില്ല. ഇന്ന് മീഡിയ എന്ന് പറയുന്നത്, ആ പ്രതി വീട്ടിൽ നിന്നും ആദ്യത്തെ സ്റ്റെപ്പ് വെച്ചു, ചെരുപ്പിട്ടു, 2 ജോഡി തരം ചെരുപ്പുകൾ ഉണ്ടായിരുന്നു, എന്നിട്ടും പ്രതി സ്ലിപ്പർ കണക്ക് കൂട്ടിയിട്ടു, അവിടെ നിന്ന് വണ്ടി എടുത്തു, വണ്ടി വന്നതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് മാപ്പ് ഉൾപ്പെടെ വിശദീകരിച്ച് കൊടുക്കുകയാണ്. ഈ വിശദീകരണം തന്നെ വളരെ അപകടകരമാണ്. ഒരിടയ്ക്ക് പത്രങ്ങളിൽ എങ്ങനെ കൊന്നു എന്നുള്ളതിൻ്റെ എക്സ്റ്റെൻസീവ് ഡീറ്റെയിലിംഗ് കൊടുക്കുമായിരുന്നു. അത് തെറ്റാണ്. ശരിക്കും പറഞ്ഞാൽ മാധ്യമങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ഈ കാര്യം റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അതിന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ആത്മഹത്യയെക്കുറിച്ചുള്ളത്, ആത്മഹത്യ എങ്ങനെ ചെയ്തു എന്ന് വളരെ അരമണിക്കൂർ റിപ്പോർട്ടാണ്. നമ്മളിലേക്ക് ഒരു സാധനം സപ്ലൈ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കില്ല. പക്ഷേ നിങ്ങൾക്ക് അത്തരത്തിലുള്ള വിവരങ്ങൾ നിരന്തരം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളതിൽ നിരന്തരം എൻഗേജ്ഡ് ആയിക്കൊണ്ടേയിരിക്കും. നമ്മുടെ മക്കളുടെ കേസും അങ്ങനെ തന്നെയാണ്. സോ ഈ പറഞ്ഞ
ആഘോഷവൽക്കരിക്കപ്പെടുന്ന സിനിമകൾ ഇപ്പം കംപ്ലീറ്റ്ലി ഇത് സെൻസർ ചെയ്യാൻ പറ്റുമോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? സിനിമകളിൽ ഇപ്പോൾ സിനിമ ഫോർ എക്സാമ്പിൾ എക്സാമ്പിൾ ഓഫ് സിനിമ. അപ്പം ഇത് കംപ്ലീറ്റ്ലി ഇവിടെ നിയമമൊക്കെ അറിയാവുന്നവരുണ്ടല്ലോ. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി നമുക്കങ്ങനെ മാറ്റാൻ പറ്റുമോ? ഇതൊരു ആവിഷ്കാര സ്വാതന്ത്ര്യവും ആ ഡയറക്ടറിൻ്റെ ആ കഥയോട് ഇണങ്ങുന്ന രീതിയിൽ ഉണ്ടാക്കുന്നതാണല്ലോ സിനിമ. സീൻ ബൈ സീൻ, ഷോട്ട് ബൈ ഷോട്ട് ആണല്ലോ. അത് കംപ്ലീറ്റ്ലി മാറ്റാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. പക്ഷേ അതിനെ അവതരിപ്പിക്കുന്ന രീതിയിൽ ചിലപ്പോൾ ചില മാറ്റങ്ങൾ. ഇപ്പോൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അക്രമം കാണിക്കുന്ന കുത്തുന്ന സീനുകൾ വളരെ കൃത്യമായിട്ടുണ്ടാവും. അതായത് ആ കത്തി അത് ആർട്ടിസ്റ്റിക് ക്രിയേഷനാണ്. പറഞ്ഞു വരുമ്പോൾ എന്താ, അത്രയും എഫേർട്ട് ഇട്ട് അത്രയും ടെക്നോളജി യൂസ് ചെയ്ത് അത്രയും പ്രിസൈസായിട്ട് ഷൂട്ട് ചെയ്യുന്നതാണ്. ഇതിൻ്റെ പിന്നിലെ എഫേർട്ട് എന്ന് പറയുന്നത് ചെറിയ എഫേർട്ടല്ല. നമ്മൾ കാണുമ്പോൾ എന്താ ഒരു കത്തിക്കുത്ത്, പക്ഷെ അതിന് പിന്നിലെടുക്കുന്ന എഫേർട്ട്, ഒരു ടീമിൻ്റെ എഫേർട്ട് ഭയങ്കര വലുതാണ്. പക്ഷേ ഇന്ന് ഒരുപാട് സിനിമകൾ നമ്മൾ എടുത്തു നോക്കിയാൽ, ചില സിനിമകൾ ഒഴികെ മറ്റു സിനിമകൾ എടുത്തു നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കുത്തുന്ന സീൻ ഒഴിവാക്കിയിട്ടുണ്ട്. ശബ്ദം ഇപ്പോൾ കേൾക്കത്തുള്ളൂ. ടപ്പ് ടപ്പെന്ന് പറഞ്ഞ് തലച്ചോറ് അല്ലെ തലയോട്ടി പൊട്ടുന്ന ശബ്ദവും അതിൽ നിന്നും ചോര ചീറ്റുന്ന ശബ്ദവും അതൊഴുകുന്ന ശബ്ദവും വെച്ചിട്ട് അതങ്ങ് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഡയറക്റ്റ്ലി കാണിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോഴും നമ്മുടെ ഭാവനയ്ക്കാണത് വിടുന്നത്. നിങ്ങൾ ആലോചിച്ചോ, നിങ്ങൾ അത്രത്തോളം അഗ്രസീവ് ഇൻസ്റ്റിങ്ക്റ്റ് ഉള്ള ആളാണെങ്കിൽ നിങ്ങൾക്കത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. ഈ പൊട്ടണതും ചോര ചാടുന്നതും അയാൾ കിടക്കുന്നതും ഒക്കെ ആ വയലൻ്റ് കണ്ടൻറ്റ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നല്ലൊരു വിഷ്വലൈസേഷൻ നടത്താനായിട്ട് സാധിക്കും. ഇനി മറ്റൊന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞു വന്ന പോയിന്റിലേക്ക് വരികയാണെങ്കിൽ, വ്യക്തി ജീവിതത്തെ ബാധിക്കുന്ന തരത്തിൽ എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ, എല്ലാ മാനസിക പ്രശ്നങ്ങൾക്കും ചികിത്സ വേണ്ട. ചില മാനസിക പ്രശ്നങ്ങൾ നമ്മുടെ വ്യക്തി ജീവിതത്തെയും തൊഴിലിനെയും ഫാമിലി ലൈഫിനെയും ഒക്കെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ എഫിഷ്യൻസി അത് കുറയ്ക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു വിദഗ്ധ സഹായം തേടുക. അതിന് പകരം ഇത്തരത്തിലുള്ള ഷോർട്ട് കട്ടുകളിലേക്ക് പോവാതിരിക്കുക. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് നിയമ സംവിധാനങ്ങളെക്കുറിച്ചുള്ളതാണ്. നമുക്കറിയാം, ഇന്ന് ഒരു പർട്ടിക്കുലർ ക്വാണ്ടിറ്റി പിടിക്കുമ്പോഴാണല്ലോ അത് കേസാകുന്നത്. അല്ലെങ്കിൽ ബാക്കിയെല്ലാം ചെറിയ ചെറിയ അളവുകളിലേക്കുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റ് എന്നുള്ള രീതിയിലാണത് വരുന്നത് പലപ്പോഴും. അപ്പോൾ ചെറിയ ക്വാണ്ടിറ്റി ആണെന്നുണ്ടെങ്കിൽ നിയമ സംവിധാനം അനുസരിച്ച് അതിന് ഇന്ന ഇളവുകൾ ഉണ്ട്. അപ്പോൾ ലഭ്യത കുറയ്ക്കുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ കോവിഡ് കാലത്ത് നമുക്കറിയാം മദ്യത്തിൻ്റെ ലഭ്യത എങ്ങനെയായിരുന്നു. കോവിഡ് കാലത്ത് മദ്യത്തിൻ്റെ ഉപയോഗം ഭയങ്കര കുറവായിരുന്നു. കാരണം ലഭ്യതയില്ല, സപ്ലൈ ഇല്ല. അപ്പോൾ ഈ സപ്ലൈ കട്ട് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊരു സാധനം ഉണ്ടെങ്കിൽ നമ്മൾക്കത് എടുക്കാനുള്ള ടെൻഡൻസിയും കൂടുതലാണ്. നമുക്ക് ഈ നാട്ടിൽ ഇത് സുലഭമായി കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പരീക്ഷിക്കാനുള്ള അവസരം കിട്ടുകയും നിങ്ങളുടെ മാനസികാവസ്ഥ ആ നിലയ്ക്കാണെങ്കിൽ ഒബ്വിയസ്ലി ആ വ്യക്തി അതിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഡ്രഗ്സിൻ്റെ കേസ് പ്രത്യേകം എടുത്തു പറയുമ്പം ഡ്രഗ്സിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നമ്മൾ ഈ പറയുന്ന മയക്കുമരുന്ന് എന്നുള്ള രീതിയിലല്ല. ഡ്രഗ്സിന് പല അർത്ഥതലങ്ങളും ഉണ്ട്. നമ്മൾ ഈ എടുക്കുന്ന പാരസെറ്റമോൾ പോലും ഡ്രഗാണ്. നമ്മൾ കോഫി കുടിക്കുമ്പോൾ അതിലുള്ള കഫീൻ കണ്ടൻറ്റ് എന്ന് പറയുന്നതും ഡ്രഗിൻ്റെ അതേ ഇഫക്റ്റാണ് ഉണ്ടാക്കുന്നത്. സോ നമ്മളിവിടെ സംസാരിക്കുന്നത് സിന്തറ്റിക് ഡ്രഗ്സിനെ പോലെയുള്ള മാരകമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആ ലഹരി പദാർത്ഥങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സപ്ലൈ കട്ടാക്കുക, അതുപോലെ ലഭ്യത കുറയ്ക്കാൻ അത് കാരണമാകുന്നു. പിന്നെ ലഹരിക്ക് അടിമപ്പെട്ട വ്യക്തികളെ ഒറ്റപ്പെടുത്തുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യാതെ നമുക്ക് അവരേത് സാഹചര്യത്തിലാണ് അതിലേക്ക് പോയത് എന്നുള്ളൊരു പരിശോധന നടത്തുന്നത് എപ്പോഴും നന്നാവും. ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ട ഒരു റിസർച്ചുണ്ട്. പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, വളരെ ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു റിസർച്ചായിരുന്നു. എലികളിലൊരു പരീക്ഷണം നടത്തിയത്. കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. അപ്പോൾ കാനഡയിലായിരുന്നു ആ ഗവേഷണം നടന്നിരുന്നത്. ഒരുപാട് കാലങ്ങൾ മുമ്പ് നടന്നിരുന്ന ഒരു ഗവേഷണമായിരുന്നു. അപ്പം ഒരു എലിയെ പിടിച്ച് കൂട്ടിലിട്ടതിന് ശേഷം 2 തരത്തിലുള്ള വെള്ളം കൊടുത്തു, 2 കുപ്പി വെള്ളം കൊടുത്തു. ഒന്ന് പച്ചവെള്ളവും മറ്റൊന്ന് ഡ്രഗ്സ് മിക്സ് ചെയ്ത വെള്ളവും. അപ്പോൾ ഈ കൂട്ടിലിട്ട എലി ആദ്യം തന്നെ വെള്ളം കുടിച്ചു നോക്കി. പിന്നീട് ആവർത്തിച്ച് അല്ലെങ്കിൽ വീണ്ടും ഡ്രഗ്സ് കലർത്തിയ വെള്ളം കുടിക്കാനാണ് പ്രിഫർ ചെയ്തിരുന്നത്. സോ നിരന്തരം ഈ ഡ്രഗ്സ് കലർത്തിയ വെള്ളം കുടിച്ച് ക്രമേണ ഈ എലി ചത്തുപോവുകയാണ് ചെയ്യുന്നത്. അപ്പം ഗവേഷണത്തിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഏതൊരു അഡിക്ഷനും പ്രതിരോധിക്കാൻ
പ്രതിരോധിക്കാൻ കഴിയുന്നതിനും അപ്പുറത്തേക്കുള്ളതാണ് അഡിക്ഷൻ എന്ന് പറയുന്നത്. അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോരൽ അത്ര എളുപ്പമല്ല. ഡ്രഗ്സിനും മറ്റുമൊക്കെ അഡിക്ഷൻ ആവുകയാണ്. അഡിക്ഷൻ എന്ന് പറയുന്നതേ അത് തന്നെയാണ്, പ്രതിരോധിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതിനുശേഷം ഈ ഗവേഷണത്തിൻ്റെ റിസൾട്ടൊക്കെ വന്നു. ഏകദേശം 1970കളുടെ അവസാനത്തിൽ ഒരു പ്രശസ്തനായ കനേഡിയൻ സൈക്കോളജിസ്റ്റ് ബ്രൂസ് ലീ അലക്സാണ്ടർ എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റ് ഈ പഠനത്തിനെ എടുക്കുകയും അതിനെ നമുക്കൊന്നും കൂടി കണ്ടക്ട് ചെയ്യണം, റിവൈസ് ചെയ്യണം എന്നുള്ള തരത്തിലേക്ക് ഒരു നിർദ്ദേശം വയ്ക്കുകയും ചെയ്തു. നമുക്ക് ഈ സെയിം പരീക്ഷണം കൂട്ടിലിരിക്കുന്ന ഒരു എലിയിലല്ലാതെ നമുക്ക് പുറത്തെവിടെയെങ്കിലും വെച്ച് നടത്തണം. അതിനു വേണ്ടിയിട്ട് ഒരു റാറ്റ് പാർക്ക് ഇവർ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഒരു യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ റാറ്റ്സിന് വേണ്ടുന്ന ഒരു പാർക്ക് ക്രിയേറ്റ് ചെയ്യുന്നു. ഈ പാർക്കിനകത്ത് എലികളെ സ്വൈര്യമായി വിഹരിക്കാനുള്ള ഒരു സ്പേസ് പ്രൊവൈഡ് ചെയ്യാണ്. വളരെ ഫ്രീ ആയിട്ടുള്ള എൻവയോൺമെൻറ്റ്, ആവശ്യത്തിന് കഴിക്കാൻ ഭക്ഷണം, അതുങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം, കളിക്കാനുള്ള ബോള്, കളർഫുള്ളായിട്ടുള്ള സാധനങ്ങൾ, ടണലുകൾ, മറ്റ് എലികളുമായി കൂട്ടുകൂടി നടക്കാനുള്ള സ്പേസുകൾ, ഇതെല്ലാം അവിടെ പ്രൊവൈഡ് ചെയ്തു. എന്നിട്ട് ഈ സെയിം എക്സ്പെരിമെൻ്റ് ഈ പാർക്കിൽ വെച്ച് നടത്തുകയാണ്. അപ്പോൾ അദ്ദേഹം കണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഡ്രഗ്സ് കലർത്തിയ വെള്ളവുമുണ്ട്, പച്ചവെള്ളവുമുണ്ട്. അപ്പോൾ ഈ എലികൾ മുൻപ് കൂട്ടിലിട്ട എലി ഡ്രഗ്സ് മിക്സ് ചെയ്ത വെള്ളം കുടിക്കാൻ താല്പര്യം കാണിച്ചിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അതായിരുന്നു കുടിച്ചിരുന്നതെങ്കിൽ, ഈ പാർക്കിൽ ഇതേ വെള്ളം കൊണ്ടുവച്ചിട്ടും എലികൾ അധികമായിട്ട് കുടിച്ചത്, അല്ലെങ്കിൽ എലികൾ വെള്ളം കുടിച്ചത് പച്ചവെള്ളമായിരുന്നു, ഡ്രഗ്സ് കലർത്തിയ വെള്ളമായിരുന്നില്ല. ഈ എലികൾ ഈ പച്ചവെള്ളമാണ് കുടിക്കാനായിട്ട് പ്രിഫർ ചെയ്തത്. സോ ഈ സാധനം അവിടെ ഉണ്ടായിരുന്നിട്ട് കൂടിയും അവർ പച്ചവെള്ളം കുടിക്കാനാണ് പ്രിഫർ ചെയ്തത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും, കൂട്ടിലിട്ട എലികൾ, അല്ലെങ്കിൽ ഇതേ പരീക്ഷണത്തിൽ തന്നെ മറ്റു ഒരു കണ്ടുപിടുത്തമാണ്, അന്ന് കൂട്ടിലിട്ട് ഡ്രഗ്സ് കലർത്തിയ വെള്ളം കുടിച്ചുകൊണ്ടിരുന്ന അതേ എലികൾ തന്നെ പാർക്കിൽ കൊണ്ടുവന്നപ്പോൾ അവരും സാധാരണ പച്ചവെള്ളം കുടിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. സോ യഥാർത്ഥത്തിൽ അഡിക്ഷൻ ഉണ്ടാക്കുന്നത് ലഹരിയാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ബേസിക്കലി മനുഷ്യൻ്റെ ഒറ്റപ്പെടലുകളും കൂട്ടില്ലായ്മകളുമൊക്കെയാണ്, ഈ കൂട്ടിലകപ്പെടുന്ന അവസ്ഥകളിലാണ് മനുഷ്യൻ പലതരത്തിലുള്ള ലഹരി അന്വേഷിച്ചു പോകുന്നത്. സോ സോഷ്യൽ ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടികളെ സോഷ്യലൈസ് ചെയ്യാൻ വളരെ ചെറുപ്പത്തിലേ പഠിപ്പിച്ചു തുടങ്ങണം. അഡോളസൻ്റ് കുട്ടികളെ ആയിക്കോട്ടെ, യുവജനങ്ങളെ ആയിക്കോട്ടെ. ഇപ്പം ഈ ഇടയ്ക്ക് സംസ്ഥാന സർക്കാർ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ്റെ നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്ന തരത്തിൽ ഒരുപാട് പ്രോഗ്രാംസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിലൊന്ന് പഴയ കൂട്ടായ്മകളെ പൊടിതട്ടിയെടുക്കുക എന്നുള്ള, അല്ലെങ്കിൽ പുതിയ പുതിയ കൂട്ടായ്മകൾ, സാമൂഹ്യ സോഷ്യൽ ഇൻട്രാക്ഷന് ഉതകുന്ന രീതിയിലുള്ള കൂട്ടായ്മകൾ സൃഷ്ടിക്കുക. അതിന് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു സ്ഥലമാണ് കളിക്കളങ്ങൾ. അപ്പം കൂടുതലായിട്ട് കളികളിലേക്ക്, എന്ത് തരത്തിലുള്ള സ്പോർട്ടും ആയിക്കോട്ടെ, കളികളിലേക്ക് ആളുകൾ ഇറങ്ങിച്ചെല്ലുക, കൂടുതലായിട്ടുള്ള സോഷ്യൽ ഇൻട്രാക്ഷൻ പ്രൊമോട്ട് ചെയ്യുന്ന ഇടങ്ങൾ നോക്കുക. അപ്പോൾ ഈ സാമൂഹ്യ ഇടപെടൽ, അന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആത്മഹത്യയുടെ ആ പഠനത്തിലും ഇതുതന്നെയാണ് വന്നിരിക്കുന്നത്. ഇവർക്ക് സോഷ്യൽ ഇൻട്രാക്ഷൻ വളരെ കുറവായിരുന്നു എന്നാണ് റിസൾട്ടുകൾ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കൂട്ടായ്മകളിൽ ഒറ്റപ്പെട്ടിരിക്കാതെ നമ്മളാൽ കഴിയുന്ന രീതിയിൽ നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കാനായിട്ട് നമ്മളും ശ്രമിക്കുക. നമ്മളൊരു മാതൃകയാണല്ലോ, തീർച്ചയായിട്ടും നമ്മളെയും കൂടെ കണ്ടുപഠിക്കുന്നുണ്ട്. നമ്മൾ മാതൃകകൾ സൃഷ്ടിക്കുന്നത് പോലെ തന്നെ നമ്മുടെ മക്കളെയും യുവജനങ്ങളെയും അതിനുള്ള വേദികൾ പരമാവധി ഉണ്ടാക്കുക എന്നുള്ളത് വലിയ രീതിയിൽ ഇതിനെ നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റുന്ന ഒരു വലിയ പോയിൻ്റാണ്. സോ നേരത്തെ സൂചിപ്പിച്ച പോലെ ഏത് സാഹചര്യത്തിലേക്കാണ് ഇവർ പോയത് എന്നുള്ളത് പരിശോധിക്കുക. അതിന് വേണ്ടുന്ന സഹായം, അത്തരത്തിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന സഹകരണങ്ങൾ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് അറിഞ്ഞു കണ്ട് നമുക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. ഇനി ഒരു പരിഹാര മാർഗമാണ്, നമുക്കറിയാം, റീഹാബിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ളത്. ഇനിയിപ്പോൾ അഥവാ പെട്ടുപോയി എന്ന് വിചാരിക്കുക, അവരെ സഹായിക്കുക എന്നുള്ളതും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. അത് എല്ലായിടത്തും പോസിബിൾ അല്ല. വളരെയധികം റെസിസ്റ്റൻസും ഡിഫൻസും ഉണ്ടാകും അവരുടെ ഭാഗത്തു നിന്ന്. എന്നിരുന്നാൽ കൂടിയും ഒരു ശ്രമം എന്ന രീതിയിൽ നമ്മൾക്കിവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ അതിൽ തന്നെ പലതരത്തിലുള്ള ചികിത്സാ രീതികളുണ്ട്. അപ്പോൾ ഏതു തരം ലഹരി വസ്തുവാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ചികിത്സാ സമ്പ്രദായ രീതിയും സമയവും ഒക്കെ നിശ്ചയിക്കപ്പെടുന്നത്. അപ്പോൾ കൃത്യസമയത്ത്
വേണ്ടുന്ന രീതിയിലുള്ള മനഃശാസ്ത്രജ്ഞരുടെ ഇടപെടലും മറ്റ് എല്ലാ ആരോഗ്യരംഗത്തുള്ളവരുടെ കളക്റ്റീവായിട്ടുള്ള ഒരു എഫേർട്ടിൻ്റെ ബേസിസിൽ ഒരുപാട് കേസുകൾ കുട്ടികൾ രക്ഷപ്പെട്ടു പോന്നിട്ടുണ്ട്, അല്ലെങ്കിൽ യുവജനങ്ങൾ രക്ഷപ്പെട്ട് കയറി വന്നിട്ടുണ്ട്. ഇനി ഇങ്ങനെ റീഹാബിലിറ്റേറ്റ് ചെയ്ത് തിരിച്ച് ജീവിതത്തിലേക്ക് കയറി വരുന്നവരെ നമ്മളെങ്ങനെ സ്വീകരിക്കും എന്നുള്ളതും വളരെ പ്രസക്തമാണ്. ഇതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അവരെ വീണ്ടും പഴയ കണ്ണിലൂടെ തന്നെ കാണുന്നു എന്നുള്ളതാണ്. അതിപ്പം ക്രൈംസിൻ്റെ കേസിലായാലും ഒക്കെ അങ്ങനെ തന്നെയാണ്. ആ റീഹാബിലിറ്റേറ്റ് ചെയ്ത് പുതുജീവിതം തുടങ്ങാൻ വേണ്ടി വരുന്ന ഒരു വ്യക്തിക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന സ്വീകാര്യമായിട്ടുള്ള ചില ഇടങ്ങളുണ്ട്. കുടുംബങ്ങളിലായിക്കോട്ടെ, സമൂഹത്തിലായിക്കോട്ടെ, കൂട്ടായ്മകളിലായിക്കോട്ടെ. അത് ഇപ്പറഞ്ഞ ഫോളോ അപ്പിനെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. ഇല്ലെങ്കിൽ പോയ പോക്ക് ഇതിലും ഭേദം പണ്ടത്തെ ആ ബോധം കെട്ട അവസ്ഥയായിരുന്നു എന്ന് പറഞ്ഞിട്ട് വളരെ പെട്ടെന്ന് ഇത് റിവേഴ്സിൽ പോകും. അതാണ് റീഹാബിലിറ്റേറ്റ് ചെയ്ത് വരുന്നവർ സക്സസ് റേറ്റ് വളരെയധികം കുറയുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു സ്വീകാര്യമായിട്ടുള്ള ഇടം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ചാണ്. അത് വലിയ രീതിയിലുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ ഇടയ്ക്ക് ചില സംഘടനകളൊക്കെ അത് പറഞ്ഞു. ഒരു പ്രശസ്തനായ ഒരു നടൻ പോയി തിരിച്ചു വരട്ടെ, അയാളെ നമുക്ക് സഹായിക്കാം എന്നുള്ള രീതിയിലൊക്കെ ചില വാർത്തകളൊക്കെ കണ്ടിരുന്നു. എന്തോ ആയിക്കോട്ടെ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലഹരിക്കെതിരെയുള്ള പോരാട്ടം എന്ന് പറയുന്നത് ഒരു ഉത്തരവാദിത്തമാണ്. ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് നമുക്ക് ആർക്കും മാറി നിൽക്കാനായിട്ട് സാധിക്കില്ല. ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഒരു വിഭാഗം ആളുകളെ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, ഒരു വിഭാഗം ആളുകളെ മാറി നിന്നുകൊണ്ട് കുറ്റപ്പെടുത്തുകയോ പഴിചാരുകയോ ചെയ്യുന്നതിൽ അർത്ഥമില്ല. നമ്മളെല്ലാവരും ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമ്മൾ ഈ സോക്കോൾഡ് യുവജനങ്ങളുടെ ലഹരി ഉപയോഗത്തിന് കാരണമാകുന്നുണ്ട്, ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഏറ്റവും ആദ്യമേ ഈ സെഷൻ ഇട്ടിരുന്നത് ലഹരിയിൽ പൊഴിയുന്ന യുവത്വം എന്നായിരുന്നു. പക്ഷേ അങ്ങനെ മാറി നിന്ന് കൈകെട്ടി നിന്നുകൊണ്ട് നമ്മൾക്ക് അങ്ങനെ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നമുക്കൊരിക്കലും സംസാരിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് നമുക്കാർക്കും കൈയൊഴിഞ്ഞ് നിൽക്കാൻ സാധിക്കില്ല എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും ഞാൻ ഇനി ക്വസ്റ്റ്യൻ ആൻഡ് Q&A ഉണ്ടെന്നുണ്ടെങ്കിൽ അതാകാം. ഞാൻ അതിനൊരു 10 minutes സ്പെയർ ചെയ്യുകയാണ്. അപ്പോൾ ഇത്രയും നേരം എന്നെ ശ്രവിച്ചതിൽ ഓരോരുത്തർക്കും ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഇനി Q&A ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം, ഒരു 10 minutes. എൻ്റെ പേര് ജോർജ് KP. എൻ്റെ ചോദ്യം ഇതാണ്, ഡ്രഗ്സ് നിരോധനം കൊണ്ട് പൊതുസമൂഹത്തിന് മാഡം ഈ പറഞ്ഞ വിഷയത്തിൽ ഗുണം ചെയ്യുമോ ഇല്ലയോ എന്നാണ് സംശയം. ഡ്രഗ്സ് നിരോധനം കൊണ്ട് നിരോധിക്കുമ്പോൾ ഇത് കൂടുതൽ കനിയായി മാറുകയും കൂടുതൽ പേർ അത് ഉപയോഗിക്കാൻ അങ്ങനെ ഒരു ടെൻഡൻസി വരില്ലേ? അതാണ് എൻ്റെ ചോദ്യം. തീർച്ചയായിട്ടും നിരോധിക്കുക, അതാണ് ഞാൻ ഓഡിയൻസിലേക്ക് വിട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത്. കാരണം ഇതിന് ഒരു സിംഗിൾ ആൻസർ ഇതിന് പ്രത്യേകിച്ച് ഇല്ല. കംപ്ലീറ്റ് നിരോധനം കൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കും. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് ഇതിൻ്റെ ലഭ്യത എന്ന് പറയുന്നത് എത്രത്തോളം ഡ്രഗ്സിലേക്ക് ആളുകളെ അടുപ്പിക്കുന്നു, അതിന് കാരണമാകുന്നു. ലഭ്യത ഒരു കാരണമാകുന്നു എന്നുള്ള തരത്തിലാണ് ഞാൻ പറഞ്ഞത്. നോക്കൂ, നമ്മുടെ തൊട്ടപ്പുറത്തെ സ്കൂളിൽ ഈ പറഞ്ഞൊരു സംഭവം കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കാം. പല വിദ്യാർത്ഥികളും ഇപ്പം നമ്മുടെ സ്കൂളിൻ്റെ ഇത്ര ദൂരത്തിനകലെയാണല്ലോ ഇത് അഥവാ ലഹരി വസ്തുക്കൾ വിൽക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയെന്ന് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. ഈ സംഭവം കിട്ടുന്നുണ്ടെങ്കിൽ ഇവരുടെ ഈ പ്രായത്തിൻ്റെ പ്രത്യേകതയും കൂടെ കണക്കിലെടുത്തുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഇഷ്യൂസ് ഉണ്ടായിരിക്കുന്ന സമയമാണെങ്കിൽ ഇത് പരീക്ഷിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ തൊട്ടപ്പുറത്ത് അവൈലബിൾ ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് കിട്ടാനും എളുപ്പമാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിലേക്ക് പോകും. അതിലൊരു തർക്കമില്ലാത്ത കാര്യമാണ്. ഇപ്പം നമ്മുടെ നാട്ടിലെ കപ്പ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കഴിക്കുന്ന ഒരു കാര്യമാണ്, അല്ലേ? നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്. ഇതിന് സീസണുണ്ട്. നോക്കൂ, തീരെ ഇല്ലാതാകുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് സീസണിലാണ് അത് ഇല്ലാതാകുന്നു എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിൽ കപ്പ പൊതുവിൽ എല്ലാ സീസണിലും ഓൾമോസ്റ്റ് കിട്ടുന്ന ഒരു സാധനമാണ്.
നമുക്ക് അവൈലബിൾ ആണ്, നമ്മൾ കഴിക്കുന്നു. അപ്പോൾ ഈ അവൈലബിലിറ്റിയെ കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇത് കിട്ടാൻ സാധ്യതയുള്ളൊരു സാധനമാണ്, ഇത് കിട്ടുന്നു. പല വിദ്യാർത്ഥികളും എന്തുകൊണ്ടാണ് യൂണിവേഴ്സിറ്റികളിലേക്കും കോളേജുകളിലേക്കും വരുമ്പോൾ ഇതിൻ്റെ ഉപയോഗം കൂടുന്നു, അല്ലെങ്കിൽ ഇത് ആദ്യമായി ഉപയോഗിക്കാനുള്ള സാഹചര്യം വരുന്നതെന്നുള്ളതുകൊണ്ട് നമ്മളൊന്നും ആലോചിക്കേണ്ടതുണ്ട്. ബിക്കോസ് ഓഫ് ദ അവൈലബിലിറ്റി. ഇത് സാധനം അവൈലബിൾ ആണെങ്കിൽ അതിലേക്ക് പോകാനുള്ള ലഭ്യത എന്നുള്ളത്. ഇനി കംപ്ലീറ്റ് നിരോധനം പോസിബിൾ ആണോ? ചില സാധനങ്ങൾ തീരെ കിട്ടാതാകുമ്പോൾ അതിന് ഡിമാൻഡ് കൂടും, അതിന് ആളുകൾ കൂടുതലായിട്ട് അതിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ ജനറലി അങ്ങനെ വരാൻ സാധ്യതയില്ല. കാരണം വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു സാധനം നമ്മൾക്ക് എത്ര പേർക്ക് എടുക്കാൻ പറ്റും? അല്ലെങ്കിൽ വളരെ തീരെ ലഭ്യമല്ലാത്തൊരു കാര്യം, ഇന്ത്യയിൽ ലഭ്യമല്ലാത്തൊരു കാര്യം, കേരളത്തിൽ ലഭ്യമല്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് നമുക്ക് എത്രത്തോളം ആലോചിക്കാൻ പറ്റും? വളരെ ചുരുക്കം ആളുകൾക്ക് അതിലേക്ക് ചിലപ്പോൾ എത്താൻ പറ്റും. പക്ഷേ പൊതുസമൂഹത്തിൽ പൊതുവിൽ പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ മാതിരി ഇല്ലാതായി കഴിഞ്ഞാൽ ഇല്ലാതായ അവസ്ഥയിൽ തന്നെ. ഇപ്പോൾ കോവിഡിൻ്റെ സമയത്തെ ഒരു ഇഷ്യൂ ഞാനതാണ് ചൂണ്ടിക്കാണിച്ചത്. അന്ന് ഈ പറയുന്ന ആൽക്കഹോൾസ് ഒന്നും തന്നെ അവൈലബിൾ ആയിരുന്നില്ല. അതിനിടയിൽ വളരെ എക്സ്ട്രീം കേസുകളിലാണ് ചിലവർ നമ്മുടെ സാനിറ്റൈസർ എടുത്ത് കുടിച്ചത്. കാരണം മണം ഒന്ന് തന്നെയാണല്ലോ, വോഡ്ക്കയുടെ മണം ഇതും തമ്മിൽ ഒരു സുഖം. മനസ്സിലായോ? സോ ലഭ്യത കട്ടാക്കുക, നിരോധനം കംപ്ലീറ്റ് ആയിട്ട് പോസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ ഡ്രഗ്സ് ആക്ച്വലി ഇല്ലീഗലാണ്. അത് നിരോധിക്കപ്പെട്ട സാധനമാണ്. ആ നിരോധനത്തിൻ്റെ ഇടയിൽ കൂടെയാണല്ലോ ഇതിൻ്റെ സപ്ലൈ ഇവിടെ നടക്കുന്നത്. സോ ഇറ്റ് ഈസ് ബേസിക്കലി ഇല്ലീഗൽ, നിരോധിക്കപ്പെട്ട സാധനമാണ് ഡ്രഗ്സ്, ഈ പറഞ്ഞ സിന്തറ്റിക് ഡ്രഗ്സ് പോലെയുള്ള സാധനങ്ങൾ. അപ്പോൾ അതിന് കംപ്ലീറ്റ് സൊല്യൂഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. നമ്മളൊരു ചൊല്ല് പറയില്ലേ, പുന്നല്ലന്വേഷിച്ച് എലി പോകുന്നു എന്ന് പറയുന്ന അവസ്ഥ. കിട്ടേണ്ടതാണെങ്കിൽ അതിപ്പോൾ ബാംഗ്ലൂർ ആയാലും പോയി എടുത്തിട്ട് വരും. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ എല്ലാവരും അതിലേക്ക് ശ്രമിക്കുകയുമില്ല. അതും ഇതിൻ്റെ ഒരു പോസിറ്റീവ് വശമാണ്. എന്തുകൊണ്ട് ഒരാൾ ലഹരി പരീക്ഷിക്കുന്നു, ലഹരി ഉപയോഗിക്കുന്ന ഉത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ലോൺലിനെസ് ഒഴിവാക്കുക, നന്നായിട്ട് പെർഫോം ചെയ്യുക, അങ്ങനെ തുടങ്ങി ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മനുഷ്യനെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ടുള്ള ഒരു അറിവ് അവർക്കുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ലഹരി ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ്, അത് ദോഷകരമാണ്. പക്ഷേ അറിഞ്ഞു വെച്ചുകൊണ്ട് പരീക്ഷിക്കാൻ പരിശ്രമിക്കുന്നു. പലരും ഇതിനകത്ത് സഹായം ചെയ്യുന്നുണ്ടോ എന്നുള്ളത് വേറൊരു കാര്യം. മറ്റൊന്ന്, ഇവിടെ സർക്കാർ തന്നെ ലഹരി ഇറക്കുമതി ചെയ്യുകയാണ്. നമ്മൾ വാർത്തകൾ വായിക്കുന്നുണ്ട്, 3000 കോടിയുടെ ലഹരി ഇന്ന സ്ഥലത്ത് പിടിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ അവിടെ പിടിക്കാത്തത് എത്ര കോടിയുടേതാണ്. അവിടെ 3000 ആണെങ്കിൽ ചിലപ്പോൾ 30,000 കോടിയുടേത് പിടിക്കാതെ പോയിട്ടുണ്ടാവും. നമ്മൾ വിമാനത്തിൽ പോകുമ്പോൾ നമ്മുടെ എല്ലാ ആടയാഭരണങ്ങൾ വരെ അഴിച്ച് പരിശോധിച്ചിട്ടാണ് നമ്മളെ കഴിച്ചു വിടുന്നത്. അത്തരമൊരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് 30,000 കോടിയുടെ ലഹരി മരുന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത്. സർക്കാരിൻ്റെ സ്ഥാപനങ്ങൾ വഴി, സർക്കാരിൻ്റെ മെഷീനറി വഴി, സംവിധാനങ്ങൾ വഴി, വിമാനത്താവളവും തുറമുഖവുമൊക്കെ. മറ്റൊന്ന്, മനുഷ്യന് പരിണാമപരമായിട്ട് ലഹരി ഉപയോഗിക്കാതിരിക്കാനുള്ള ഒരു പ്രവണത ഇല്ലേ എന്നുള്ളതാണ്. അപ്പോൾ സംസാരം കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്രവണത ലഹരി ഉപയോഗിക്കാനാണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. മറ്റൊന്ന് ഒരു പദത്തെക്കുറിച്ചുള്ളതാണ്, വിഡ്രോവൽ സിംറ്റം. എന്തിൽ നിന്നുള്ള പിൻവാങ്ങലാണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ ചുരുക്കി പറയാം. എല്ലാത്തിനും ഒന്നും എനിക്ക് കംപ്ലീറ്റ്ലി സാറിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ളൊരു ഉത്തരം എനിക്ക് ചിലപ്പോൾ പറയാൻ സാധിക്കില്ല. പക്ഷേ ഏറ്റവും ആദ്യമേ സൂചിപ്പിച്ച പോലെ നമുക്കറിയാം, ഇപ്പം ഇവിടെ ഇപ്പോൾ ഈ വിഷയം പറയാൻ വരുന്നത് ഉപയോഗിക്കാൻ പാടില്ല, ഇതാണ് ഇതിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള എസൻസ് എന്ന് പറയുന്നത്. അതിന് 1 മണിക്കൂറൊന്നും ആവശ്യമില്ല, ഒറ്റ വാക്കിലാണ്. അതിവിടെ ഇരിക്കുന്ന നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. അപ്പോൾ നമ്മളെല്ലാവരും ഇക്കാര്യത്തിൽ അവയർനെസ് ഉള്ളവരാണ്. അപ്പോൾ ആരും ഇതൊന്നും അറിയാതെ അല്ല ജീവിക്കുന്നതെന്നുള്ളത് വളരെ ശരിയാണ്. ഇപ്പം എൻ്റെ മകള് കഴിഞ്ഞ ദിവസം എനിക്ക് മിനിഞ്ഞാന്ന് പാലായിലൊരു ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷമുള്ള ഒറ്റ ദിവസത്തെ ഒരു ഗ്യാപ്പിലാണ് ഞാനിത് എങ്ങനെ ഡിസൈൻ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ചത്. കാരണം ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമായതുകൊണ്ട് ഞാൻ എന്താണ് അധികമായി ഇതിൽ പറയേണ്ടതെന്നുള്ളൊരു വലിയ ആശയക്കുഴപ്പം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മോൾ അവിടെ ഇരുന്ന് പറയുകയാണ്, അമ്മ ഇതിരുന്ന് ഇങ്ങനെ വായിക്കണ്ടല്ലോ, ഇതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ.
വളരെ സിമ്പിളാണ്. ഞാനും അപ്പോൾ വിചാരിച്ചു ശരിയാണ്. എൻ്റെ മകൾ പറഞ്ഞ 12 വയസ്സുള്ള എൻ്റെ മകൾ പറയണം ഇതിപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, അമ്മ പോയി പറയണമെന്ന്. വളരെ സിമ്പിളാണ്. എൻ്റെ ജോലി പോണ പരിപാടിയാണ്. എന്നാലും അപ്പോൾ നമുക്കറിയാം, തീർച്ചയായിട്ടും ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. പക്ഷേ ചില കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മൾ ഹെൽത്ത് ബിലീഫ് മോഡലുണ്ട് സൈക്കോളജിയിൽ. ഹെൽത്ത് ബിലീഫ് മോഡൽ എന്ന് പറയും. ഹെൽത്ത് ബിലീഫ് മോഡൽ എന്ന് പറഞ്ഞാൽ നിങ്ങളിവിടെ എത്ര പേര് വ്യായാമം ചെയ്യുന്ന ശീലവരുണ്ടെന്ന്? ഡെയിലി റിലീജിയസ് ആയിട്ട്. ഓക്കെ ആയിരിക്കുന്ന മാഡത്തിനൊക്കെ അറിയാമല്ലോ വ്യായാമം ശരീരത്തിന് വളരെ നല്ലതാണെന്ന്. അസുഖങ്ങൾ എന്തെങ്കിലുമൊക്കെ, കാലുവേന, കൈവേന എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ. അതിനും പരിഹാരത്തിലൊന്ന് വ്യായാമമാണെന്നറിയാമല്ലോ, അതായത് ഫിസിക്കൽ എക്സസൈസ്. സോ വി നോ ദാറ്റ്, നമുക്കറിയാം. അപ്പോൾ ഈ ഹെൽത്ത് ബിലീഫ് മോഡൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്ക് ഗുരുതരമായിട്ടുള്ള ഒരു ആരോഗ്യ പ്രശ്നമുണ്ട് എന്ന് തിരിച്ചറിയുമ്പോഴും ഇതിന് നമ്മൾക്ക് കൺവിൻസിങ് ആയിട്ടുള്ള ഒരു ചികിത്സ അതിനുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഒരു വ്യക്തി തൻ്റെ സ്വഭാവം മാറ്റാനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ ഒരു പുതിയ സ്വഭാവം ആരംഭിക്കുക, പുതിയ പെരുമാറ്റ രീതി ആലോചിക്കുക. ഇപ്പം ഞാൻ ഇപ്പോൾ പറയുകയാണ്, എനിക്കൊരു സോക്കോൾഡ് ഒരു ഭീകരമായിട്ടുള്ളൊരു അസുഖമുണ്ട്, വളരെ സീരിയസ് ആയിട്ടുള്ളൊരു അസുഖമുണ്ട്. എന്നെ ചികിത്സിക്കുന്ന ഏത് ചികിത്സാ സമ്പ്രദായം ആയിക്കോട്ടെ, എന്നോട് ചികിത്സിക്കുന്നവർ പറയുകയാണ്, ഇത് അധികം നാൾ പോകില്ല, ഇത് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ മരണം വരെ സംഭവിച്ചേക്കാം. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും, എനിക്ക് മരണത്തിനെ പേടിയുണ്ട്, അപ്പം എന്താണ് നമ്മൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്തിരിക്കും? അപ്പം ഇതിനെന്താണ് പരിഹാരം? ഡോക്ടർ ഒരു പരിഹാരം പറയും. നമ്മൾ അദ്ദേഹത്തെ വിശ്വസിക്കുന്നത് കൊണ്ട്, നമ്മൾ അതിൽ കൺവിൻസ്ഡ് ആകുന്നത് കൊണ്ട് ആ പറഞ്ഞ പരിഹാര മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്, അതിൽ ചിലപ്പം ഫിസിക്കൽ എക്സസൈസ് ഉൾപ്പെടെ ഉണ്ടാകാമായിരിക്കാം. ഡോക്ടർ നമ്മളോട് പറയുമായിരിക്കും രാവിലെ ഒരു അരമണിക്കൂർ എഴുന്നേറ്റ് നടക്കണമെന്ന്. അതുവരെ നടത്തമെന്ന് കേട്ടാൽ വീടിനകത്ത് ചുരുണ്ടുകൂടി ഇരുന്നിരുന്ന ഞാൻ എന്ത് ചെയ്യും? ഈ വിശ്വാസത്തിൻ്റെ പുറത്ത് എനിക്ക് മാറണം, ദർ ഇസ് നോ അതർ ഓപ്ഷൻ, ഐ വിൽ ഡെഫിനറ്റ്ലി സ്റ്റാർട്ട് വാക്കിംഗ്. അപ്പോൾ ആ ഒരു തിരിച്ചറിവ് പലപ്പോഴും ഈ പറയുന്ന സംഭവത്തിലേക്ക് എത്തുന്നില്ല. ഇതിൻ്റെ ഗുരുതര അവസ്ഥ എന്ന് പറയുന്നതിനെക്കുറിച്ച് പലപ്പോഴും ആളുകൾ മനസ്സിലാക്കുന്നില്ല. അവർ നോക്കുന്നത് ഇമ്മീഡിയറ്റ് പ്ലഷറാണ്. പ്രത്യേകിച്ച് യുവജനങ്ങൾ. എന്തസുഖം വരണമെന്ന് ചോദിച്ചാൽ എന്തസുഖം വരണേ? അതിൻ്റെ ഭീകരമായിട്ടുള്ള അവസ്ഥ കാലക്രമേണയാണ് അറിയുക. ഒരുപാട് സ്ലോ ആണ് അതിൻ്റെ പല കാര്യങ്ങളും അറിഞ്ഞും കേട്ടും ശരീരത്തിനെ ബാധിച്ചും വരാൻ. നോക്കൂ, സ്മോക്ക് ചെയ്യുന്ന എല്ലാവർക്കും ക്യാൻസർ വരുന്നുണ്ടോ? അല്ല, ഞാനൊരു 2 രീതിയിൽ ചോദിക്കുകയാണ്. ഇല്ല. അപ്പോൾ ചില ആളുകൾ വൾണറബിളാണ് ഈ കേസിൽ. ചില ആളുകൾക്ക് വളരെ പെട്ടെന്ന് ഈ പറഞ്ഞ കാര്യങ്ങൾ സംഭവിച്ചേക്കാം. എല്ലാവരും ക്യാൻസർ പ്രോൺ ആയിട്ടുള്ള ആളുകളല്ല. അതിന് പല ഇൻറ്റേർണലി ബോഡിയുടെ ഒരുപാട് ബയോളജിക്കൽ ആസ്പെക്ട്സ് അതിൽ ഇൻവോൾവ് ആണ്. റൈറ്റ്, അതൊന്ന്. പിന്നെ രണ്ടാമത്തെന്ന് പറഞ്ഞാൽ, ഇവിടെ കോടിക്കണക്കിന് രൂപയുടെ ഇത് വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, കേരളത്തിൽ മാത്രമല്ല സിന്തറ്റിക് ഡ്രഗ്സിൻ്റെ പുറത്തുനിന്ന്, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യ സ്ഥിതി ചെയ്യുന്നതിൻ്റെ ഒരു ഏകദേശ പോർഷൻ കംപ്ലീറ്റ് വെള്ളമാണ്. ഇഫ് നോട്ട് ത്രൂ എയർ, ഇറ്റ് ക്യാൻ ബി ത്രൂ വാട്ടർ. അതെത്തുന്നുണ്ട്. പിന്നെ സംവിധാനങ്ങളുടെ ശേഷി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നമ്മളും കൂടി അതിൽ ഇൻവോൾവ് ആകണം. നമ്മൾ കേവലം മാറി നിന്നുകൊണ്ട് ഒരു ഗവൺമെൻറ് അത് ചെയ്യുന്നതിൻ്റെ എക്സ്റ്റെൻറ്റ് വരെ നമ്മൾ കാത്തിരിക്കുകയോ അതിനെ ഇവാലുവേറ്റ് ചെയ്യുകയോ ചെയ്യുന്നത് എനിക്കറിയില്ല എത്രത്തോളം അത് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നൊന്നും എനിക്ക് കാര്യമായിട്ട് അറിയില്ല. തീർച്ചയായിട്ടും ഡ്രഗ്സ് കിട്ടിയെന്ന് പറയുന്നു 3000 കോടിയുടെ. എന്നിരുന്നാലും ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിനുകളും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും നടക്കുമ്പോഴും കേരളത്തിലെ മാത്രം പ്രശ്നമല്ല ഇത് എന്ന് മാത്രമാണ് എനിക്കിതിൽ പറയാനായിട്ടുള്ളത്. പിന്നെ സാറ് സൂചിപ്പിച്ച ഒരു മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് വിഡ്രോവൽ സിംറ്റംസ്, എന്തിൽ നിന്നുള്ള വിഡ്രോവൽ ആണെന്നുള്ളത്. തീർച്ചയായിട്ടും വളരെ ക്രോണിക്കായിട്ടുള്ള ആൽക്കഹോളിക് അഡിക്ട്സ്, മദ്യപാനം അതിൻ്റെ അഡിക്ഷനുള്ളവർ, ആൽക്കഹോളിസം എന്ന കണ്ടീഷനുള്ളവർ സമയത്ത് ആ കാര്യം കിട്ടാതായാൽ ചില ബോഡിലി റിയാക്ഷൻസ് കാണിക്കും. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ. ചില സിനിമകൾ ഓർമ്മയിൽ വരികയാണ്. സ്പിരിറ്റ് എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. അതിൽ വളരെ രസകരം എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, എന്നിരുന്നാലും മോഹൻലാൽ ഒരു കയ്യിൽ ഇത് കെട്ടിവെച്ചിട്ട്, എനിക്കതൊരു മോഹൻലാലാണോ അതോ മറ്റേതോ ഒരു സിനിമയിൽ അനൂപ് മേനോനാണോ എന്നറിയില്ല, ഒരു കൈ വെച്ചിങ്ങനെ വലിക്കുകയാണ് ഈ സാധനം ഇവിടെ എത്തിക്കാൻ വേണ്ടിയിട്ട്. കാരണം അത്രമേൽ ഇതിങ്ങനെ കൈ വിറയ്ക്കുകയാണ്. സംഭവം ഒരു തുള്ളി പോലും പോകാതെ പോകണമല്ലോ അകത്തേക്ക്. അതിന് വേണ്ടിയിട്ട് കൈ കെട്ടിയിട്ട് ഇപ്പുറത്തെ കൈ വെച്ച് വലിക്കുന്ന ഒരു സീനുണ്ട്.
സോ അതൊരു തരം ക്രേവിംഗ് ആണ്. ഇത് കിട്ടാതാകുമ്പോൾ അപ്പോൾ നമ്മുടെ ബോഡിയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ബ്രെയിനിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഈ സംഭവം അത് വേണ്ട രീതിയിൽ അതിന് റെഗുലറായിട്ട് ഹബിച്വലായിട്ട് കിട്ടിക്കൊണ്ടിരുന്ന സാധനങ്ങൾ കിട്ടാതാകുമ്പോൾ സ്വാഭാവികമായിട്ടും ചില റെസ്പോൺസുകൾ ചിന്താതലത്തിലുണ്ടാകാം, ബോഡിലി ലെവലിലുണ്ടാകാം. അത് വിഡ്രോവൽ സിംറ്റംസ് എന്ന് അതിൻ്റെ പേരാണ് അത്തരത്തിൽ പറയുന്നത്. ഒന്നിൽ നിന്നുള്ള വിഡ്രോവൽ അല്ല. ആക്ച്വലി ഈ വിഡ്രോവൽ സിംറ്റംസ് ഇത് എന്താ ചില റീഹാബിലിറ്റേഷൻ കേസുകളിൽ ആദ്യമേ വിഡ്രോവൽ സിംറ്റംസിനെയാണ് കൺട്രോളിൽ കൊണ്ടുവരുന്നത്. കാരണം ആ ക്രേവിങ്, ആ സമയത്തെ ക്രേവിങ് കുറയ്ക്കാനായിട്ടാണ് ഇവർ പലപ്പോഴും ശ്രദ്ധിക്കുന്നത്. സോ അതാണ് വിടുതൽ അല്ലെങ്കിൽ വിടവാങ്ങൽ എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയ എന്ന് പറയുന്നത്. ഈ വിഡ്രോവൽ സിംറ്റംസിനെ പയ്യെ അഡ്രസ്സ് ചെയ്തതിന് ശേഷമാണ് യഥാർത്ഥ റീഹാബിലിറ്റേഷൻ പ്രോഗ്രാമിലേക്ക് ഈ അഡിക്ട്സിനെ ശരിക്കും പറഞ്ഞാൽ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകുന്നത്. അതാണ് അങ്ങനെ ഉദ്ദേശിക്കുന്നത്. പിന്നെ സാറ് സൂചിപ്പിച്ച പോലെ ഇതിൻ്റെ ഒരു നട്ട്ഷെല്ലെന്ന് എന്ത് വിഡ്രോ ചെയ്യുമ്പം സമയത്തിന് ഇവർക്ക് ലഹരി കൊടുക്കുന്ന ഈ പദാർത്ഥത്തിൽ നിന്നുള്ള വിഡ്രോവൽ. ആ ടേം അങ്ങനെ യൂസ് ചെയ്യുന്നു മാത്രം. ഈ ട്രമേഴ്സിനെയും വിറയലിനെയും ദേഷ്യം വരലിനെയും ഒക്കെ ചേർത്ത് കെട്ടി പറയുന്ന ഒരു സിംഗിൾ ടേമാണ് വിഡ്രോവൽ സിംറ്റം എന്ന് സൈക്കോളജിയിലെ ക്ലിനിക്കൽ കണ്ടീഷനുകളിൽ യൂസ് ചെയ്യുന്നത്. ഇതിനെ ക്ലിനിക്കൽ ടേമാണ് വിഡ്രോവൽ സിംറ്റം എന്ന് പറയുന്നത്. അതിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എൻ്റെ വീട്ടിലൊക്കെ രാവിലെ ചായ കിട്ടിയില്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ട്. ആ കൃത്യസമയത്ത് ഇനി ചായ മാത്രം കിട്ടിയാൽ പോരാ, ഒപ്പം പത്രവും കിട്ടണം. ചില അവധി ദിവസങ്ങളുടെ പിറ്റേ ദിവസം ഉള്ളത് പറയാമല്ലോ, എൻ്റെ അച്ഛൻ വരാന്തേ കൂടെ കിടന്നിങ്ങനെ ഓടുന്നത് കാണാറുണ്ട്, വരികു പോകണ മാതിരി. എന്താണെന്ന് ചോദിച്ചാൽ അമ്മ പറയും പത്രം കിട്ടാത്തതിൻ്റെ പ്രശ്നമാണെന്ന്. സോ ഇറ്റ് ക്യാൻ ബി എനിത്തിങ്. അപ്പോൾ എനിക്കറിയാൻ പറ്റും ഒരു അസ്വസ്ഥതയാണ് പത്രം. കാര്യം ഇവിടെ എല്ലാ ചാനലുകളും ഉണ്ട്, എന്നാ വേണേലും കിട്ടും. പക്ഷേ പത്രത്തിനോട് യൂസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പുണ്ട്, ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് ആളുകളുണ്ട്. അവർക്ക് ആ പത്രം കിട്ടിയില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. ആ പത്രം വായിക്കുമ്പോഴാണ് അവരുടെ ആ ദിവസം എനർജൈസ് ചെയ്യുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്തോ ഒരു കുറവ് എപ്പോഴും ഫീൽ ചെയ്യും. സോഷ്യൽ മീഡിയയിലൊന്നും തൃപ്തികരമല്ല പല വാർത്തകളും, അല്ലെങ്കിൽ പല ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടൊന്നും കാര്യമില്ല. ദേ നീഡ് ന്യൂസ് പേപ്പർ. അപ്പോൾ അതിൽ നിന്ന് കിട്ടാതാകുമ്പം ഇതിന് വിഡ്രോവൽ സിംറ്റമായിട്ട് പറയുന്ന ക്ലിനിക്കൽ ടേം അല്ല ഇവിടെ ഉപയോഗിക്കുന്നത്. പക്ഷേ എൻ്റെ അമ്മയൊക്കെ പറയുന്ന പോലെ അത് കിട്ടാത്തതിൻ്റെ പ്രശ്നമാണെന്നാണ്. ആ പ്രശ്നത്തിൽ ഒന്നിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇത് ക്ലിനിക്കൽ കേസാണ് വിഡ്രോവൽ സിംറ്റം എന്നുള്ള ടേം. നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താലായിട്ട് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് കിട്ടും. അപ്പോൾ ഈ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സുണ്ട്. ഞാൻ അതും കൂടെ പറഞ്ഞ് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മുടെ മുൻകാലങ്ങളിൽ ഒരു വീട്ടിലൊരു കുട്ടി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ 1-2 കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ, കുട്ടികൾ ആ കുടുംബത്തിലെ അംഗങ്ങളിൽ ഒരാളാണ്. അതാണ് കാഴ്ചപ്പാട്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളാണ് ആ വീട്ടിലെ നമ്പർ 1 ആള്. ആ ഒരു സംഭവം, ആ ഒരു സംഗതി നമ്മളാലും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അവർ സ്വയമേ അവരുടെ ഈഗോ സെൻട്രിസം എന്ന ആ ഒരു കണ്ടീഷനിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ അവരും അത് സ്വയമേ വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അവർ വിചാരിക്കുന്ന ഈ ഉണ്ടാക്കുന്നത് മൊത്തം എനിക്കുള്ളതാണ്, ഈ വീടിൻ്റെ എല്ലാ സാധനങ്ങളും എനിക്കുള്ളതാണ്, ഈ ഭൂമി തന്നെ ചുറ്റുന്നത് എനിക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ള ഒരു ഈഗോ സെൻട്രിസം എന്ന് പറയുന്ന ഒരു കണ്ടീഷനുണ്ട്. കുട്ടികളുടെ ഒരു സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റിൽ സ്വാഭാവികമായിട്ടും വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ കുടുംബത്തിലെ ഏറ്റവും വലിയ ആളായി, അല്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായി നമ്മളൊരു കുട്ടിയെ കൺവേർട്ട് ചെയ്ത് വളർത്തുമ്പോഴുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളിലൊന്ന്, കുട്ടി ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ ഇമ്മീഡിയറ്റ്ലി അത് സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സുണ്ട്. ഇന്ന് കുട്ടികൾ കാത്തിരിക്കാൻ റെഡിയാണോ എന്നുള്ളൊരു ചോദ്യം. ചില കാര്യങ്ങൾ വേണമെന്ന് പറഞ്ഞാൽ അത് സ്വൈര്യം തരത്തില്ല, നമുക്കതിങ്ങനെ പിന്നാലെ നടക്കും. കാരണം എന്തുകൊണ്ടാണ്? അവർക്ക് ഇതിനു മുൻപും ഇത്തരത്തിൽ കുട്ടി പ്രധാനപ്പെട്ട ആളാണ് വീട്ടിലെ, കുട്ടിയെ മുഷിക്കുന്നത് ശരിയല്ലല്ലോ. സോ എന്ത് വില കൊടുത്തും പാരൻസ് എത്രയും പെട്ടെന്ന് കൊടുക്കാമോ അത്രയും പെട്ടെന്ന് കൊടുക്കുക. നോക്ക്, നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാകാം, നമുക്കിന്ന് ആമസോൺ തുറന്നാൽ കിട്ടാത്തതൊന്നുമില്ല, കുട്ടിക്കും അതറിയാം. പക്ഷേ പൈസ ഉണ്ടായിക്കോട്ടെ, സാഹചര്യം ഉണ്ടായിക്കോട്ടെ, കാത്തിരിക്കാൻ കുട്ടികളെ ശീലിപ്പിക്കുക. ചിലതിനൊക്കെ അല്പം വെയിറ്റ് ചെയ്താൽ മാത്രമേ ചില സംഗതികൾ നമ്മൾക്ക് സന്തോഷമുള്ളത് കിട്ടുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവ്, ആ പഠിപ്പിക്കൽ വീടുകളിൽ നിന്നാണ് ആദ്യമേ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ. ഇപ്പോൾ അതുതന്നെയാണ് പലപ്പോഴും ഈ കുട്ടികൾ, നമുക്കറിയാം ഈ അക്രമങ്ങളിൽ ചില കേസുകൾ, ജെൻഡർ ഇഷ്യൂസ് എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം, പ്രണയാഭ്യർത്ഥന പെട്ടെന്നൊന്നും മറുപടി വന്നില്ല, അടുത്തത് എന്താ, തീർക്കുക എന്നുള്ളതാണ്. ഇത്
ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇത് ഒരുപാട് കേസുകൾ ഇങ്ങനെ തന്നെയാണ്. ഞാൻ ഫാബ്രിക്കേറ്റ് ചെയ്ത് പറയുന്നതല്ല. ഇവിടെ എന്താ സംഭവിക്കണേ? പണ്ട് കാലത്ത് നമ്മുടെയൊക്കെ സമയത്ത്, എൻ്റെ ഇല്ല, എൻ്റെ കുറച്ചുകൂടെ മുമ്പ്, നിങ്ങളുടെയൊക്കെ ഒരു സമയത്ത്, നിങ്ങളൊരു പ്രണയം ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങളൊരു പ്രണയലേഖനം എഴുതി ഇത് കൊടുത്തു കഴിഞ്ഞാൽ എത്ര ദിവസത്തെ വെയിറ്റിങ്ങാണ് മറുപടിക്ക്. എന്നാൽ ഇന്നങ്ങനെയാണോ? കണ്ണടയ്ക്കുമ്പോൾ തോന്നുന്നു, അപ്പം തന്നെ ടെക്സ്റ്റ് ചെയ്യുന്നു, ഇങ്ങോട്ടൊരു ഹാർട്ട് വന്നു കഴിഞ്ഞാൽ കൺഫേംഡ് ആയി. സോ എവിടെയാണ് ഈ കാത്തിരിപ്പുള്ളത്? ഇന്ന് എന്താ കിട്ടാത്ത ഭക്ഷണം? എനിക്കൊരു ചിക്കൻ 65 കഴിക്കാൻ തോന്നുന്നു, എടുക്കൂ സൊമാറ്റോ, സ്വിഗ്ഗി, ടക്ക് ടക്ക്. അവരാണെങ്കിലോ സമയം പക്കയാണ്, 5 മിനിറ്റ് പോയിട്ട് 5 സെക്കൻഡ് വൈകൂല ഇവിടെ എത്തും. സോ ഈ കാത്തിരിപ്പിനുള്ള ആ ക്ഷമ ഇല്ലാതാകുക. ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പോ അതിന് വേണ്ടിയിട്ടിടുന്ന എഫേർട്ടോ ഇന്ന് പയ്യെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അതാരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഫാസ്റ്റ് പേസ്ഡ് സൊസൈറ്റിയിലാണ്, അല്ലെങ്കിൽ ആ ഫാസ്റ്റ് പേസ്ഡ് വേൾഡിലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടി മാത്രം എന്തിനു ഡിലേ ആകുന്നു എന്നുള്ള. പക്ഷെ ചില കാര്യങ്ങളിൽ നമുക്ക് അവരെ ശീലിപ്പിക്കാനായിട്ട് അത് സാധിക്കും. അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ ശീലിപ്പിച്ചെടുത്താൽ ഒരു പ്രശ്നം വരുമ്പം അതിനെ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ അല്പസ്വല്പം സമയമെടുത്ത് ആലോചിക്കാനായിട്ട് ശ്രമിച്ചു തുടങ്ങും. ഇല്ലെങ്കിൽ വളരെ പെട്ടെന്ന് ഈസി ഷോർട്ട് ടിപ്പുകളിലേക്ക്, സിമ്പിൾ ടിപ്പുകളിലേക്ക് കുട്ടികൾ പോകും, മുതിർന്നവർ പോകും. അതുതന്നെയാണ് ഡ്രഗ്സ് ഉപയോഗിക്കുന്നതിനുള്ള ഒരു വലിയ സ്ട്രോങ് റീസൺ എന്ന് പറയുന്നത് തന്നെ.